റൂൾ 50 സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ആയതുമൂലം ജനങ്ങൾ ദുരിതത്തിലായതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ പി സി വിഷ്ണുനാഥ്, എൻ ഷംസുദ്ദീൻ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. സർ, ഇന്നത്തെ ഈ അടിയന്തര പ്രമേയത്തിന് നൽകിയിട്ടുള്ള നോട്ടീസ് വാസ്തവത്തിൽ ഒരു അടിയന്തര സ്വഭാവത്തിലുള്ളൊരു വിഷയമല്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ജനുവരി മാസം 29-ാം തീയതി തന്നെ നമ്മൾ സഭ ചർച്ച ചെയ്തതാണ്. ഇവിടെ വീണ്ടും സഭയിൽ വന്നതാണ്. ഇവിടെ വീണ്ടും അത്തരം ഒരു വിഷയം പറയുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞത് അടിയന്തര സ്വഭാവമുള്ളൊരു വിഷയമായിട്ട് ഇവിടെ അവതരിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. സാർ, ഇത് സാമൂഹിക ക്ഷേമ പെൻഷൻ്റെ 4 ഗഡു കഴിഞ്ഞ 3 മാസത്തിനിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ പെൻഷൻ വിതരണം തുടങ്ങും. ഈ ആഴ്ച, അടുത്ത ആഴ്ച അതിൻ്റെ വിതരണം തുടങ്ങും. സാർ, അങ്ങനെ കഴിഞ്ഞ 3 മാസത്തിനകം 8,000 രൂപ ഓരോ വ്യക്തിക്കും, ഏകദേശം 60 ലക്ഷത്തിലധികം ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്, പരിപാടിയാണ്. അതിപ്പോൾ നടക്കുകയാണ്, അത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു അടിയന്തര സ്വഭാവമുള്ള വിഷയമായിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. എങ്കിലും ഇത്തരം ഒരു വേദിയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷം ഈ കാര്യം പറയുന്ന ഒരു വിഷയമെന്ന നിലയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താനായിട്ട് ശ്രമിക്കുന്നൊരു വിഷയമെന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ പറയാം. പിന്നീട് അവതാരകൻ പറഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങൾ പറയാം. സാർ, ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് 18 മാസക്കാലത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നു UDF-ൻ്റെ കാലത്ത്. അത് പെൻഷൻകാർക്ക് ഏറ്റവും ഒടുവിലത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ അവഗണനയെ സംബന്ധിച്ചാണ് 18 മാസക്കാലത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നത്. പക്ഷേ സാർ, ഈ 1ഉം 2ഉം പിണറായി സർക്കാരുകൾ വന്നതിന് ശേഷം 96 മാസം കൊണ്ട് ഇതിനകം വിതരണം ചെയ്തത് 109 മാസക്കാലത്തെ ക്ഷേമ പെൻഷനാണ്. സാർ, 5 മാസത്തെ പെൻഷൻ ഡ്യൂസ് ഉണ്ട്. അതിവിടെ നേരത്തെ പറഞ്ഞാണ്, 5 മാസക്കാലത്തെ പെൻഷൻ ഡ്യൂസ് ഉണ്ട്. പക്ഷേ ഈ മാസം തന്നെ ഒരു ഗഡുവും കൂടി കൊടുക്കുകയാണ് സാർ. സാർ, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് തന്നെ സർക്കാരിനുണ്ട്. ബഡ്ജറ്റിനകത്ത് പറഞ്ഞത്, ഈ പ്രമേയാവതാരകൻ പറഞ്ഞൊരു വിഷയം, അദ്ദേഹം പറയുന്നത് ഈ ബഡ്ജറ്റ് ഏപ്രിൽ 24 മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക തീർത്ത് സമയബന്ധിതമായി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പക്ഷേ ബഡ്ജറ്റിനകത്ത് പറഞ്ഞത് ഈ വരുന്ന സമയത്ത്, ഈ വരുന്ന കാലയളവിൽ ചെയ്യുന്നതിനെ പറ്റി വളരെ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് ഏപ്രിൽ മാസം മുതൽ കൃത്യമായി മാസം തോറും പെൻഷൻ കൊടുക്കും. അതിനകത്ത് 528-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള പ്രത്യേക നടപടികൾ സർക്കാർ തീരുമാനിക്കും. സാർ, അതിൻ്റെ നടപടി തുടങ്ങിയെന്നുള്ളത് കൊണ്ടാണ് മാർച്ചിൽ, ഏപ്രിലിൽ, മെയ്യിൽ 4 ഗഡു കൊടുത്തു. ഇപ്പോൾ ഈ മാസം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അത് കൃത്യമായി കൊടുക്കും. കാലോചിതം സമയബന്ധിതമായി തന്നെ ഈ കുടിശ്ശിക 5 മാസത്തെ കുടിശ്ശികയുണ്ട്, അതും കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഇതിനകത്ത് ഈ മുതലക്കണ്ണീരൊഴുക്കുന്ന ആളുകൾ, ജനങ്ങളിത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം സാർ. ഈ സർക്കാർ വന്ന സമയത്ത് 10,000, 20,000, 30,000 രൂപയൊക്കെ പെൻഷൻ കിട്ടിയ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ 1-ാം പിണറായി സർക്കാർ 8 വർഷക്കാലത്തെ ഒരു തുടർച്ചയാണുള്ളത്. ആ സമയത്ത് 10,000, 20,000, 30,000 രൂപയൊക്കെ മേടിച്ച് പെൻഷൻ മേടിച്ച് നിൽക്കുന്ന ആളുകളുടെ ചിത്രങ്ങൾ വന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സാർ, ഇത് ചെയ്യുമ്പം തന്നെ സംസ്ഥാന സർക്കാർ എന്താ നേരിടുന്നതെന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം സാർ. ഇത് സംസ്ഥാന സർക്കാർ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന സമയത്ത് തന്നെ മറുവശത്ത് കൂടി അതിശക്തമായ ആക്രമണം, കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ കാരണം സംസ്ഥാനത്തിന് പണത്തിന് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സാർ, ഇക്കാര്യത്തിനകത്ത് രാഷ്ട്രീയമായ എതിർചേരിയിലാണെങ്കിലും ഇക്കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് സംരക്ഷിക്കേണ്ടവരാണ് നമ്മളെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി എന്ത് സമീപനം എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ആത്മവിമർശനം നടത്തുന്ന നന്നാവും പ്രതിപക്ഷം. സാർ, ഈ സർക്കാർ എല്ലാ മേഖലയിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ആ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ എല്ലാ ശ്രമവും നടത്തുമ്പോഴും ഈ കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകൾ കാരണം ചില പരിമിതി ഉണ്ടായിട്ടുണ്ട്. അത് തുറന്നു പറയുക എന്നുള്ളതാണ്. ഞാനിവിടെ വീണ്ടും പറയുന്നു, അത്തരം നിലപാടുകൾ നമുക്ക് വലിയ ശ്വാസമുട്ടൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഗവൺമെൻറ്റും അതേ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ നിലപാട് തിരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തുകയും വേണം. സാർ, 2016
ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 33.99 ലക്ഷം ഗുണഭോക്താക്കളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ പെട്ടിരുന്നത്. സാർ അത് കഴിഞ്ഞ് 8 വർഷം കൊണ്ട് അത് 62 ലക്ഷമായിട്ട് ഉയർന്നു സാർ നമ്പർ. 2015-16 ഒരു മാസം പെൻഷൻ നൽകാൻ വേണ്ടത് 272 കോടി രൂപയായിരുന്നു സാർ. നിലവിൽ ഏകദേശം 900 കോടി രൂപയാണ് ഒരു മാസം പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നത്. സാർ 5 വർഷക്കാലം UDF സർക്കാർ നൽകിയ ആകെ പെൻഷൻ തുക 5 വർഷം കൊണ്ട്, അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളും കൂടി ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു, 5 വർഷക്കാലം കൊണ്ട് 9311 കോടി രൂപയാണ് സാർ ആ സർക്കാർ പെൻഷൻ കൊടുത്തത്. പക്ഷേ ഒന്നാം പിണറായി സർക്കാർ 5 വർഷം കൊണ്ട് കൊടുത്തത് 35,154 കോടി രൂപയാണ് സാർ. സാർ ഈ സർക്കാർ ഇതുവരെ 3 വർഷത്തിൽ 2024 മെയ് വരെ 27,278 കോടി രൂപ പെൻഷൻ വിതരണം ചെയ്ത് കഴിഞ്ഞു. സാർ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ 3 വർഷം കൊണ്ട് 35,000, 5 വർഷം കൊണ്ട് 35,000 കൊടുത്തത് 3 വർഷം കൊണ്ട് 27,000 കോടി കൊടുത്തു കഴിഞ്ഞു. സാർ ഈ തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പോഴത്തെ നിലയിൽ തന്നെ പോവുകയാണെങ്കിൽ 50,000 കോടി രൂപയെങ്കിലും പാവപ്പെട്ട പെൻഷൻകാർക്ക് ലഭിക്കും എന്നുള്ളതാണ് 5 വർഷം കൊണ്ട്. അതാണ് സാർ കണക്ക്. അത്രയും കൊടുക്കുന്ന ഒരു സർക്കാരാണ്, കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. സാർ 18 മാസക്കാലത്തെ കുടിശ്ശിക തീർത്തതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു. ആ പ്രസ്താവന ഞങ്ങൾ നേരത്തെ പറയുമ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ഇരുന്ന് അത് തർക്കമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായ കണക്കുള്ളതാണ് സാർ. സാർ ഈ സമീപനമെല്ലാം നമ്മൾ എടുക്കുമ്പോൾ എന്താണ് UDF പ്രതിപക്ഷം എടുത്ത സമീപനം എന്നുള്ളത് പറയേണ്ടതാണ്. സാർ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിക്കുക. ഒരുമിച്ച് കേന്ദ്ര നിലപാടിനെതിരെ സമരം ചെയ്താൽ അത് തങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമുണ്ടാക്കുമെന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഇവിടെ പ്രസ്താവന നടത്തിയത്. എങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരുമിച്ച് സമരം ചെയ്തെന്ന് അദ്ദേഹം സഭയെ പറഞ്ഞതാണ്. സാർ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും സീറ്റുകൾ കിട്ടി, ഇനിയെങ്കിലും ഒന്നിച്ച് കേരളത്തിന് വേണ്ടി സമരം ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. സാർ അദ്ദേഹം പറഞ്ഞ നിലപാട് കറക്റ്റാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJP പറഞ്ഞ അതേ നിലപാടിനൊപ്പം ചേർന്നുകൊണ്ട് പറയുകയാണല്ലോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ UDFകാർ ചെയ്തത്. ഡൽഹിയിൽ നടന്ന സമരം ഉൾപ്പെടെയല്ലേ എത്ര കാര്യങ്ങളിൽ. സാർ അപ്പോൾ ഈ കാര്യത്തിനകത്ത് ഇനിയെങ്കിലും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് തരാനുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്തണം. അതുകൊണ്ട് സാർ ഇവിടെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ കൊടുക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനും ശ്രമിക്കുന്ന ഒരു സർക്കാരാണ്. 5 മാസത്തെ ഞാനിവിടെ പറഞ്ഞു, 5 മാസത്തെ കുടിശ്ശികയുണ്ട്. പക്ഷേ ആ കുടിശ്ശികയും ഘട്ടമായിട്ട് തീർക്കും. മാസം തോറും കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന പരിപാടി നടക്കുകയാണ്. ഈ മാസത്തെ പെൻഷൻ അടുത്ത ആഴ്ച വിതരണം ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ സാർ ഇതൊരു അടിയന്തര ആവശ്യം എന്ന നിലയിൽ, അടിയന്തര പ്രമേയം എന്ന നിലയിലേക്ക് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്നുള്ളതാണ് അഭിപ്രായം. ശ്രീ PC വിശ്വനാഥ്, പ്ലീസ് അവരോടൊന്ന് പ്ലീസ്. സർ, കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ സാമൂഹ്യ പെൻഷൻ 6 മാസം കുടിശ്ശികയായത് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല, ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ സർക്കാർ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ 18 മാസത്തെ കുടിശ്ശിക എന്ന പഴയ കാലത്തെ നുണ ധനകാര്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞതല്ലേ ഉള്ളൂ. രേഖ എൻ്റെ കയ്യിലാണുള്ളത്. അദ്ദേഹം ഒരു രേഖയില്ലാതാണ് പറഞ്ഞത്. 2016 തോമസ് ഐസക് പുറത്തിറക്കിയ ധവളപത്രമാണ് സാർ. ഇങ്ങനെ അദ്ദേഹം പറയട്ടെ, അതിന് മന്ത്രി മറുപടി പറയും. പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കെ, അവിടെ ഒന്നും മിണ്ടാതിരിക്കെ. സാറ് 2016 തോമസ് ഐസക് ധനകാര്യമന്ത്രിയായപ്പോൾ പുറത്തിറക്കിയ വൈറ്റ് പേപ്പറാണ് സാർ എൻ്റെ കയ്യിലുള്ളത്. ആ വൈറ്റ് പേപ്പറിൽ പറയുന്നുണ്ട് അടിയന്തരവും ഹ്രസ്വകാല ബാധ്യതകളും, അതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക എന്ന് പറയുന്നത് 1000 കോടിയിൽ താഴെയാണ്, അതായത് 3 മാസത്തത്. ഇത് അങ്ങയുടെ ധനകാര്യമന്ത്രി, പാർട്ടിയുടെ ധനകാര്യമന്ത്രി പുറത്തിറക്കുന്ന വൈറ്റ് പേപ്പറിന് യാതൊരു വിലയുമില്ല എന്നാണോ അങ്ങ് പറയുന്നത്, ബഹുമാനപ്പെട്ട ശ്രീ ബാലഗോപാൽ? 2, ഞാൻ അങ്ങയോട് കഴിഞ്ഞ തവണ ചോദിച്ചു, 18 മാസം കുടിശ്ശികയുണ്ടെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് ആ കുടിശ്ശിക നിങ്ങൾ കൊടുത്തത് എന്നതിന്റെ രേഖ ഈ മേശപ്പുറത്ത് വെക്കാൻ പറഞ്ഞു. അങ്ങ് അതിന് മറുപടി തന്നിട്ടില്ല. 3, കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഈ ആവശ്യം ഉന്നയിച്ച് ഞാൻ ചോദ്യം ചോദിച്ചു, സ്പീക്കറോട് അറിയണം സാർ, ഒരു സഭാ സമ്മേളനം കഴിഞ്ഞിട്ടും ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിൽ മേൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പോലും തന്നിട്ടില്ല സാർ. പിന്നെ എന്താ രേഖ?
രേഖ ശങ്കരാടിയുടെ കയ്യിലുള്ളതാണ്. സർ, കേരളത്തിൽ ആദ്യമായി സാമൂഹ്യ പെൻഷൻ ആരംഭിച്ചത് ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. ശ്രീ ആർ ശങ്കർ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹം 1960 ജൂൺ 24 ഈ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഓൾഡ് ഏജ് പെൻഷൻ അദ്ദേഹം പറയുന്നുണ്ട്, അക്കോർഡിംഗ് ടു ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആസ് എംബോഡീഡ് ഇൻ ആർട്ടിക്കിൾ 41 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർ ശങ്കർ 70 വയസ്സ് പ്രായമായവർക്ക് ഓൾഡ് ഏജ് പെൻഷൻ കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് 63 വിധവ പെൻഷനും ആദ്യമായി കേരളത്തിൽ പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ 63 ബജറ്റിൽ. സാർ, ഇത് പൗരന്റെ ഭരണഘടനാപരമായ അവകാശമാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ, ഈ സർക്കാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇത് പെൻഷൻ അവകാശമല്ല, കേവലം സഹായമാണെന്നാണ്. സാർ, അതിങ്ങനെ പറയുന്നു, ദോ നെയ്മഡ് പെൻഷൻ ഇറ്റ് ഈസ് ഓൺലി ആൻ അസിസ്റ്റൻസ്. ഗവൺമെന്റ് ഹാസ് ദ അതോറിറ്റി ടു ഡിസൈഡ് when to disperse the pension, what rate it is to be dispersed. സാർ, ഇത് ഭരണഘടനാപരമായ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ സാറ് ഓൾഡ് ഏജ് പെൻഷൻ പ്രഖ്യാപിച്ചിട്ട് ഈ സർക്കാർ ഹൈക്കോടതിയിൽ പറയുകയാണ് ഇത് സർക്കാരിന്റെ ഔദാര്യമാണ്, പൗരന്റെ അവകാശമല്ല എന്ന് പറയുന്നത്. സാർ, ഇതൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയാണ്. സാർ, ഒരു പൗരന് വാർദ്ധക്യം, ഭിന്നശേഷി, ദുർബലർ ഇവരെ സംരക്ഷിക്കുക എന്നുള്ളതൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയിൽപ്പെടുന്നതാണ്. അതാണ് ആർട്ടിക്കിൾ 41 പറയുന്നത്. ഇതിൽ നിന്നും ഈ സർക്കാർ പതിയെ പിന്മാറുന്നു എന്ന ആശങ്കയാണ് സാർ ഈ സഭയുടെ മുൻപാകെ ഞങ്ങൾ വയ്ക്കുന്നത്. സാർ, നിങ്ങൾ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിലൊന്ന് ഞാൻ ക്ലിയർ ചെയ്തു, ഉമ്മൻചാണ്ടിയുടെ കാലത്തെ 18 മാസത്തെ കുടിശ്ശികയുടെ കള്ളക്കണക്ക്. 2, നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ 2500 രൂപയാക്കും, എല്ലാ മാസവും മുടങ്ങാതെ നൽകും. സാർ, അതാണ് ഇപ്പോൾ 6 മാസം കുടിശ്ശികയായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങൾ പാവങ്ങൾക്ക് പെൻഷൻ നൽകാൻ എന്ന പേരിൽ പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ സെഞ്ചുറിയിൽ എത്തിച്ചതാണ്. അത് 2 രൂപ അതിന് അധികമായി നിങ്ങൾ ഏർപ്പെടുത്തി. അത് പ്രതിസന്ധി രൂക്ഷമാകാൻ മറ്റു വരുമാനങ്ങളൊന്നുമില്ല സാർ. കയർ മേഖല, കശുവണ്ടി മേഖല, കൈത്തറി മേഖല എല്ലാം പ്രതിസന്ധിയിലാണ്. അപ്പോൾ അവിടെയാണ് ഈ 6 മാസത്തെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക കൂടെ വരുന്നത്. ഇനി ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ നികുതിയും കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, ഭവന നിർമ്മാണത്തിനുള്ള എല്ലാ നികുതിയും കൂട്ടി, എന്നിട്ടും മദ്യത്തിന്റെ മേലുള്ള സെസ് ഏർപ്പെടുത്തി, എന്നിട്ടും പെൻഷൻ മാത്രം കിട്ടുന്നില്ല. സാർ, വിശദീകരണ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ക്ഷേമനിധി പെൻഷന്റെ സ്ഥിതി എന്താണ് സാർ. സാർ, ക്ഷേമനിധി പെൻഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് 1 കൊല്ലമായി സാർ. 13 മാസം സാർ, 13 മാസമായി. അത് അംശാദായം വഴി 46 കോടിയും സെസ് ഇനത്തിൽ 370 കോടി രൂപയും പിരിച്ചു കഴിഞ്ഞു സർക്കാർ. അത് സർക്കാരിന്റെ കയ്യിലുണ്ട്. എന്നിട്ടാണ് 1 കൊല്ലമായിട്ട് കുടിശ്ശികയാണ് സാർ. സാർ, അതുമാത്രമല്ല, ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. ആഭരണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. കശുവണ്ടി തൊഴിലാളി പെൻഷൻ 6 മാസമായി കുടിശ്ശികയാണ് സാർ. കൈത്തറി തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 5 മാസമായി കുടിശ്ശികയാണ് സാർ. തോട്ടം തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ പെൻഷൻ അത് കുടിശ്ശികയാണ് സാർ. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. ബീഡി ചുരുട്ട് തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 5 മാസമായി കുടിശ്ശികയാണ്. ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. ഖാദി തൊഴിലാളി ക്ഷേമനിധി 5 മാസമായി കുടിശ്ശികയാണ്. കയർ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശികയാണ്. റേഷൻ തൊഴിലാളി കുടിശ്ശികയാണ്. വ്യാപാരി ക്ഷേമ ബോർഡ് കുടിശ്ശികയാണ് സാർ. സാർ, ഇതെല്ലാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലെ അല്ല സാർ. ഇത് അംശാദായം അങ്ങോട്ട് അടയ്ക്കാണ് സാർ. ഇവർക്ക് ചികിത്സാ സഹായം കിട്ടിയിട്ട് 1 കൊല്ലമായി സാർ. 1 കൊല്ലമായി. പ്രസവ സഹായം കിട്ടിയിട്ട്, വിദ്യാഭ്യാസ സഹായം സാർ. ഒരു കോഴ്സിൽ ചേർന്ന കുട്ടിക്ക് 1 കൊല്ലം കഴിഞ്ഞ് ഇത് കിട്ടിയാൽ ഇതിന്റെ വിദ്യാഭ്യാസ സഹായം കിട്ടിയിട്ടുണ്ടെങ്കിലും കാര്യമുണ്ടോ സാർ? അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം അംശാദായം അങ്ങോട്ട് പിരിച്ചിട്ട് പോലും ഇവർക്ക് കിട്ടുന്നില്ല സാർ. സാർ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് 2-3 പെൻഷൻ അർഹതയുണ്ടായിരുന്നു ഒരാൾക്ക്. ഒരു കശുവണ്ടി തൊഴിലാളി അമ്മക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യകാല പെൻഷൻ കിട്ടുമായിരുന്നു. മുമ്പ് 65 ആയിരുന്നു. ഉമ്മൻചാണ്ടിയാണത് 60 ആക്കി ചുരുക്കിയത്.
ആ അമ്മ വിധവയാണെങ്കിൽ അവർക്ക് വിധവ പെൻഷൻ കിട്ടുമായിരുന്നു, അവർക്ക് കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ക്ഷേമ പെൻഷനും കിട്ടുമായിരുന്നു. സാർ ഈ 19 തോമസ് ഐസക് ഒരു ഉത്തരവിറക്കിയിട്ട് ഒറ്റ പെൻഷനാക്കി സാർ. അപ്പോൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായ ഒരാൾക്ക് സാമൂഹ്യ പെൻഷൻ ഇപ്പോൾ കിട്ടത്തില്ല സാർ. അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കണം. 1 കൊല്ലമായി അവർക്ക് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയും കിട്ടുന്നില്ല. അപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന സാമൂഹ്യ പെൻഷൻ ഇല്ലാതെയായി. പിന്നെ അവർക്ക് ആകെ കൊടുത്തോണ്ടിരുന്ന നിർമ്മാണ പെൻഷൻ കുടിശ്ശികയാണ്. അപ്പോൾ ഫലത്തിൽ 2 പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഇപ്പോ 1 പെൻഷൻ പോലും കിട്ടാത്ത സ്ഥിതിയാണ് സാർ. സാർ അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നറിയാൻ സാർ ഈ 3 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയും 2 ദിവസത്തെ സെക്രട്ടേറിയറ്റ് ഒന്നും വേണ്ട സാർ. ഒരു നിർമ്മാണ തൊഴിലാളിയെ കണ്ടിട്ട് ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു വരും സാർ. സാർ അതുകൊണ്ട് ഇവിടെ നിർമ്മാണ തൊഴിലാളിക്ക് കശുവണ്ടി തൊഴിലാളിക്ക് കൊടുക്കാൻ ക്ഷേമ പെൻഷൻ അംശാദായം അടച്ച പെൻഷൻ കൊടുക്കാൻ പൈസയില്ല സാർ. ഇവിടെ നവകേരള സദസ്സിന് പൈസയുണ്ട്, കേരളീയത്തിന് പണമുണ്ട്. മരുന്നിന് പൈസ ഇല്ലാത്ത ആൾക്ക് അവൻ ഇന്നാ പൈസ കിട്ടണം. അവനോട് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ഇന്ത്യ ടുഡേ അവാർഡ് തന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അതുകൊണ്ട് കുലീനരെ, ഉദാത്തരെ, ശുദ്ധമർദ്ദരെ ഈ പാവങ്ങളുടെ പെൻഷൻ കൊടുക്കുക സാർ. അതുകൊണ്ട് സാർ 2 പെൻഷൻ. അങ്ങ് ധനകാര്യമന്ത്രിയാണ്, അങ്ങ് മുമ്പ് MP ആയിരുന്നു. നാളെ അങ്ങ് MLA ആകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നില്ല, ആകട്ടെ. ഇനി എങ്ങാനും ആകാതിരുന്നാൽ അങ്ങക്ക് 2 പെൻഷൻ കിട്ടും. നമ്മുടെ തോമസ് മാഷിന് 3 പെൻഷൻ കിട്ടും. കോളേജ് പ്രൊഫസറുടെ പെൻഷൻ കിട്ടും, MP പെൻഷൻ കിട്ടും, MLA പെൻഷൻ കിട്ടും. പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളിയുടെ 1600 രൂപയുടെ പെൻഷൻ സാർ. അവൻ 1 പെൻഷൻ കൂടെ വാങ്ങിച്ചാൽ എന്താ സാർ കുഴപ്പം? കിട്ടിക്കൊണ്ടിരുന്നല്ലേ സാർ, കിട്ടിക്കൊണ്ടിരുന്നല്ലേ? ആ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ അവർക്ക് ഇല്ലാതാക്കിയാണ് സാർ. സാർ ഇവിടെ അത് മാത്രമാണ്, ആശ്വാസകിരണം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് സാർ. ആശ്വാസകിരണം 600 രൂപയാണ്. ഈ അതായത് കിടപ്പ് രോഗികളെ അവരെ കൂടെയുള്ളവരെ ചികിത്സിക്കുന്ന കൂടെ ഇരുന്ന് സഹായിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പെൻഷനാണ് സാർ. ഞാൻ അവസാനിപ്പിക്കാം. ആ പെൻഷൻ ഒരു കൊല്ലമായിട്ട് കുടിശ്ശികയാണ് സാർ. ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ കുട്ടികളുണ്ട് സാർ. മുനീർ സാഹിബ് ഇവിടെ ഉണ്ട്, ശ്രുതി തരംഗം ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്നു. അവരുടെ മെയിൻ്റനൻസിന് പൈസ കൊടുക്കാത്ത കാരണം കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് സംസാരശേഷി വീണ്ടും നഷ്ടമാണ് സാർ. കൈകൂപ്പി പറയുകയാണ് സാർ, ആ പൈസ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം സാർ. ഞാൻ അവസാനിപ്പിക്കുന്നു സാർ. ഹീമോഫീലിയ രോഗികളുടെ പെൻഷൻ സാർ കുടിശ്ശിക അതൊന്നും വെക്കരുത് സാർ. നിങ്ങൾക്ക് ഞാനൊന്നും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല സാർ, നിങ്ങൾ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ പോലും നമ്മളാണല്ലോ സാർ. അതുകൊണ്ട് സാർ അങ്ങ് പറഞ്ഞു 34, ഞങ്ങൾ 50 ലക്ഷം ആക്കിയെന്ന് സാർ. അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലത്ത് 16 ലക്ഷമായിരുന്നു പെൻഷൻ. ഉമ്മൻചാണ്ടി പോകുമ്പോൾ അത് 34 ആക്കി. അതിന്റെ അർത്ഥം ഇരട്ടിയിലധികം ആക്കി. ഇപ്പം നിങ്ങൾ 50 കൊടുക്കുന്നുള്ളൂ ഈ ക്ഷേമനിധി പെൻഷൻ മാറ്റിയാൽ. അപ്പൊ 34 നിന്ന് 50 ആകുന്നതും 16 നിന്ന് 34 ആകുന്നതും ഏതാ വലുതെന്നുള്ളത് കണക്ക് കൂട്ടി പറയൂ. കണക്കറിയാവുന്നവർ കണ്ടുപിടിക്കട്ടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ സാർ. 500 രൂപയുടെ ഏതാനും നോട്ടുകളുമായി ചിരിക്കുന്ന 3 വയോധികരായ അമ്മമാരുടെ ചിത്രം വലിയ ഫ്ലെക്സ് ബോർഡുകൾ കേരളത്തിൽ മുഴുവൻ അങ്ങയുടെയും മുഖ്യമന്ത്രിയുടെയും പടത്തിന്റെ കൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു സാർ. കേരളത്തിന്റെ തെരുവുകളിലെല്ലാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാർ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും, 1 മിനിറ്റ്, അര മിനിറ്റ് മതി. വലിയ പരസ്യ ബോർഡുകൾ ഉയർത്തിയിരുന്നു. കുടിശ്ശിക ക്ഷേമ പെൻഷന്റെ ഒരു ഭാഗം വിതരണം ചെയ്തപ്പോഴാണ് ഈ 3 500 നോട്ടുമായി 3 അമ്മമാരുടെ ചിത്രം നിങ്ങൾ പരസ്യ പലകയിൽ വെച്ചത് സാർ. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ വെൽഫെയർ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് പെൻഷൻ. അത് നികുതി പണത്തിൽ നിന്നാണ് നൽകുന്നത്. ഏതെങ്കിലും ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് പ്രചാരണ ബോർഡുകളായി മുമ്പുള്ള LDF ഗവൺമെന്റ് പോലും വെച്ചിട്ടില്ലായിരുന്നു സാർ. എന്നാൽ നിങ്ങൾ ഈ പാവപ്പെട്ടവരുടെ ദൈന്യതയെ വിറ്റ് വോട്ടാക്കുകയായിരുന്നു. അർഹമായ പെൻഷൻ കൊടുക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമായി കൊണ്ടാടുകയായിരുന്നു സാർ. അന്ന് റോഡരികിൽ ഉയർന്ന ആ വലിയ ബോർഡുകൾ എവിടെ പോയി സാർ? അതിലുണ്ടായിരുന്ന അമ്മമാർ അവരെവിടെ പോയി? അവരാ പരസ്യ പലകയിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിൽ പെൻഷന് വേണ്ടിയിട്ട് യാചിക്കുകയാണ് സാർ. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം സാർ. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് നല്ല പരാജയം ഉണ്ടായി, UDFന് അവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള വിജയം ഉണ്ടായി. അപ്പോൾ അത് കാരണം ഒരു രാഷ്ട്രീയമായ കാര്യങ്ങൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ പറഞ്ഞ ക്യാമ്പയിനുകളിൽ ഇതൊക്കെ ഉണ്ട്, അത് ഗുണമാവുമെന്ന് വെച്ചിട്ട് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ പറയാൻ ശ്രമിക്കുമെന്നല്ലാതെ എന്തെങ്കിലും ആത്മാർത്ഥത ഇവിടെ ഈ പ്രമേയം അവതരിപ്പിച്ച പ്രമേയ അവതാരകന് ഇല്ല എന്നുള്ളത് അവർക്കും അറിയാം, നമുക്കെല്ലാം മനസ്സിലാവും. സാർ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു
തുടങ്ങിയത് ഈ 18 മാസക്കാല കുടിശ്ശികയെ സംബന്ധിച്ച് ആവർത്തിക്കാൻ പാടില്ല. സോ തോമസ് ഐസക് എനിക്ക് മുമ്പ് ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയതിനകത്ത് പറഞ്ഞ ചില രേഖകളാണ്. സാർ അദ്ദേഹം ആ രേഖയ്ക്കകത്ത് പറഞ്ഞതിനകത്ത് കണക്കുകൾ കൃത്യമാകും. പക്ഷേ ആ രേഖയെക്കാളും ഉപരി ഈ അസംബ്ലിയിൽ ഏറ്റവും പ്രധാനമായിട്ട് അവതരിപ്പിക്കേണ്ട ഒരു ആധികാരിക രേഖ അസംബ്ലിയിൽ വന്ന ചോദ്യോത്തരത്തിലെ മറുപടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ, അന്ന് UDF മന്ത്രിസഭയുടെ സമയത്ത് 2015 ജൂലൈ മാസം 2-ാം തീയതി 2015 ശ്രീ MK മുനീർ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി, അന്നത്തെ MLA റാന്നി MLA രാജു എബ്രഹാമിന് കൊടുത്തിട്ടുള്ള മറുപടി ഇപ്പോഴും ഉണ്ട്. അത് സഭാരേഖകളിലെ ആധികാരികമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഏതെല്ലാം ക്ഷേമ പെൻഷനുകളാണ് തുടങ്ങി കാര്യങ്ങൾ ചോദിക്കുന്നതിനകത്ത് എത്ര കുടിശ്ശിക ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അതിനകത്ത് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നിലവിൽ ഓരോ പെൻഷനിലും എത്ര മാസത്തെ കുടിശ്ശിക എഴുതുവാണുള്ളത്. ബാക്കി വിശദമായ കുറേ കാര്യങ്ങൾ ഞാൻ വായിക്കുന്നു. സാർ, വാർദ്ധക്യകാല പെൻഷൻ 8 മാസം, ജൂലൈ മാസം 2015 വികലാംഗ പെൻഷൻ 8 മാസം, വിധവാ പെൻഷൻ 8 മാസം, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതർക്കുള്ള പെൻഷൻ 8 മാസം, കർഷക തൊഴിലാളി പെൻഷൻ 10 മാസം. കുടിശ്ശിക തീർക്കാൻ എന്ത് നടപടിയാണ്? കുടിശ്ശിക തീർക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സാർ, അതിനുശേഷം ഒരു 10 മാസം കൂടി ഉണ്ടായിരുന്നു ആ ഗവൺമെൻറ്. സാർ, ഈ 10 മാസം കൂടെ കഴിഞ്ഞ് ആകെ 18 മാസം ആകുമ്പോൾ ഒരു കുടിശ്ശികയും തീർത്തില്ല എന്ന് മാത്രമല്ല, പിന്നീട് പെൻഷൻ കൊടുത്തില്ല. ഇതാണ് പറയുന്നത്. അസംബ്ലിയിലെ കണക്കുകളും രേഖകളും വെച്ചിട്ടാണ്. ഈ കണക്ക് വെച്ച് 18 മാസക്കാലം കൊടുത്തില്ല. പിന്നീട് വന്ന ഞാൻ സർ, അത് കഴിഞ്ഞ് ഇവിടെ KT ജലീൽ നൽകിയ മറുപടി ഇവിടെയുണ്ട്. 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അതിന് ശേഷം എല്ലാം കൊടുക്കുകയും ലാസ്റ്റ് 3 മാസം വരാനുള്ള കാരണം എന്താ? ഡയറക്റ്റ് ടു ബെനിഫിഷ്യറി എന്ന് പറയുന്ന പുതിയ സിസ്റ്റം കൊണ്ടുവന്നു. ആ സിസ്റ്റം അനുസരിച്ച് നമ്മൾ എല്ലാ ബാങ്കുകളിലും അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇത് ഏൽപ്പിച്ചു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് അത് ചെയ്യാൻ പറ്റാതെ 2 മാസം വൈകി. ഈ സംശയം നിങ്ങൾക്ക്, ഞാൻ പറയുന്ന സംശയം ഉണ്ടെങ്കിൽ അന്ന് ഇതൊക്കെ ചെയ്ത അബ്രഹാം സാർ ഇപ്പോൾ നിങ്ങളുടെ കൂടെയാണല്ലോ, അദ്ദേഹത്തോടൊന്ന് ചോദിക്കേ. 3 മാസത്തെ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തോടൊന്ന് ചോദിക്കേ പറഞ്ഞത് ഞാൻ കേട്ടു. സാർ, ഈ കാര്യം സാക്ഷ്യം യഥാർത്ഥത്തിൽ അതിനുശേഷം LDF ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ ഇരിക്കുന്നവർക്കും നിങ്ങൾക്കും അറിയാം, 20,000 25,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുത്തു, അല്ലെങ്കിൽ അതിലധികം കൊടുത്തു. എനിക്കറിയുന്നതാണ്. ഞാനന്ന് CPM കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടി 78,000 രൂപ വരെ കുടിശ്ശിക മേടിച്ചത് എനിക്കറിയാം. സാർ, നിങ്ങൾ കൊടുത്തു തീർത്തെങ്കിൽ പിന്നെ എങ്ങനെ അത് കൊടുക്കേണ്ടി വന്നത്? അപ്പൊ ഇതിനകത്ത് നിങ്ങളിവിടെ ഒന്ന് പറഞ്ഞോ, ഇത് കഴിഞ്ഞ എത്രയോ കാലമായിട്ട് ഈ 18 മാസക്കാലം അങ്ങ് കൊടുത്ത മറുപടി വെച്ച് തന്നെയാണ് പറയുന്നത്. അതുപോലെ അന്നാ പിന്നെ ആ ഒരു കാര്യം മാത്രമല്ല സാർ, ഈ കാര്യത്തിനകത്ത് വളരെ ഈ വിഷയത്തിനപ്പുറം രാഷ്ട്രീയം പറയാനാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അതുതന്നെയാണ് പ്രമേയാവതാരകം പറഞ്ഞത്. രാഷ്ട്രീയം പറയേണ്ടതാണല്ലോ നമ്മുടെയൊക്കെ ചുമതല. സാർ, ഈ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷനും മറ്റു ചില വിധവാ പെൻഷനും ഒക്കെ നേരത്തെ ഉണ്ട്. സാർ, ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന കൺസെപ്റ്റോടുകൂടി ആദ്യം ഒരു പെൻഷൻ നടപ്പിലാക്കിയത് ആരാണ് സാർ? 1980 സർ EK നായനാർ ഗവൺമെൻറ്റാണ് കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചത്. സാർ, അന്ന് 2.94 ലക്ഷം തൊഴിലാളികൾക്ക് 45 രൂപ വെച്ച് ലഭിച്ച പ്രതിമാസ പെൻഷൻ. പിന്നീട് അത് പരിഷ്കരിച്ചതെന്നാ സാർ 1987 നയനാർ ഗവൺമെൻറ് വന്നപ്പോൾ. ഈ പെൻഷൻ അവതരിപ്പിക്കുന്ന സമയത്ത്, ആ പറയുന്ന സമയത്ത് ഇത് പ്രത്യുൽപാദനകരമല്ല, പ്രത്യുൽപാദനം ഉണ്ടാക്കുന്നതല്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചത് അന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരില്ല. അന്നത്തെ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് ശ്രീ K കരുണാകരൻ്റെ ഒക്കെ കാലമാണ്. അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിച്ചതല്ലേ ആ പ്രശ്നം. സർ, അതിനുശേഷം എല്ലാ പെൻഷനൊക്കെ സാധാരണ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഞങ്ങൾ അന്നായിരുന്നപ്പോൾ അതായി, അതിനടുത്ത പ്രാവശ്യം ഇരട്ടിയായി എന്നൊക്കെ പറയുന്നല്ലോ. സർ, 81 മുതൽ 87 വരെ അധികാരത്തിൽ നിന്നിട്ടും കർഷക തൊഴിലാളി പെൻഷൻ നിങ്ങൾ വർദ്ധിപ്പിച്ചോ? അതിനുശേഷമുള്ള സമയം അന്നും അതിനകത്തുണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ ഇവിടെ. സർ, പിന്നീട് 1995 പെൻഷൻ വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷമാണ്. 95 NSP നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി വാർദ്ധക്യകാല പെൻഷൻ വരുമ്പോൾ രാജ്യത്താകെ അന്ന് അധികാരത്തിൽ നിന്ന് UDF സർക്കാരായിരുന്നു. പക്ഷേ ആ വാർദ്ധക്യകാലം പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയത് 96 വന്ന LDF സർക്കാരായിരുന്നു. അതിനു മുമ്പ് UDF അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ കണക്കിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സർ, 2011 UDF അധികാരത്തിൽ വന്നപ്പോൾ നാമമാത്രമായിട്ട് വീണ്ടും വർദ്ധിപ്പിച്ചു. അത് 80 വയസ്സിന് മേലുള്ള ഒരു വിഭാഗത്തിന് 1200 രൂപയാക്കി. എന്നാൽ ഈ പ്രഖ്യാപനമല്ലാതെ കൊടുക്കുക എന്നുള്ള ശീലം പൊതുവെ ഇല്ലാത്തത് കൊണ്ട്
വലിയ കുടിശ്ശികയായിരുന്നു. ഇതൊക്കെ കണക്കുകളിലുള്ള രേഖകളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സർ, പിന്നെ അത് നേരത്തെ പറഞ്ഞ രേഖയാണല്ലോ, ശങ്കരാടിയുടെ കയ്യിലുള്ള രേഖയല്ല, നേരത്തെ മുനീർ സാഹിബിന്റെ രേഖയാണ് വായിച്ചത്. മുനീർ സാഹിബ് പറഞ്ഞ കാര്യമാണല്ല, ശങ്കരാടിയുടെ കയ്യിലുള്ള രേഖ വെച്ച് രാഷ്ട്രീയ പ്രസംഗം നിങ്ങൾ നടത്തുന്ന പോലെയല്ല. സർ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ നിയമസഭാ മറുപടി തന്നെ കൃത്യമായിട്ട് ഇക്കാര്യങ്ങളുണ്ട്. സർ, 2016 ഫെബ്രുവരി 15 ബാബു പാലശ്ശേരിക്ക് കൊടുത്ത മറുപടിയിലും 1397 രൂപ കുടിശ്ശികയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സർ, രണ്ട് ഗവൺമെന്റുകളും രണ്ട് വ്യത്യസ്തമായ സമീപനമാണ് രണ്ട് ഗവൺമെന്റുകളുടെയും. ഞാൻ പറഞ്ഞല്ലോ 5 മാസത്തെ കുടിശ്ശികയുണ്ട്. പക്ഷേ ഞങ്ങൾ ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസം കൊടുക്കും. ഈ കുടിശ്ശിക ഞങ്ങൾ കൊടുത്തു തീർക്കും, യാതൊരു സംശയമില്ല. അത് പറഞ്ഞാൽ LDF പറഞ്ഞാൽ ആ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് പോവല്ല. സർ, പെൻഷൻ ഒറ്റയടിക്ക് 1000 രൂപയായിട്ട് ഉയർത്താൻ UDF ഓർഡർ ഇട്ടു, പക്ഷെ കൊടുത്തില്ല. ഇങ്ങനെ പിന്നീട് വന്ന LDF ആണ് ആ 1000 രൂപ കൊടുത്തത്. അവസാനം 2021 ഏപ്രിൽ, ഈ ഗവൺമെന്റ് വന്ന ആദ്യത്തെ ആ ഘട്ടത്തിൽ 21 ഏപ്രിൽ മുതലാണ് 1600 ആക്കിയത്. അതും ഇപ്പോൾ കൊടുത്തു വരിക. നേരത്തെ അതിൻ്റെ കണക്ക് ഞാൻ വായിച്ചു. സർ, ഈ പെൻഷന്റെ കാര്യത്തിനകത്ത് CAG റിപ്പോർട്ടിൽ ചില വിമർശനങ്ങൾ വന്നിരുന്നു, അനർഹരായവർ വാങ്ങുന്നു തുടങ്ങിയത്. അതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അങ്ങനെയാണ് 33.99 ലക്ഷം എന്നുള്ളത് ഇപ്പോൾ 62 ലക്ഷം പേര് മസ്റ്ററിനകത്തുണ്ട്. മസ്റ്ററിംഗ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആളുകൾ മസ്റ്റർ ചെയ്യുന്നതനുസരിച്ച് കൂടുകയും കുറയും. അപ്പോൾ അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, ഈ സർക്കാരിനെ പറ്റി ഇപ്പം അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ കുറേ ക്ഷേമനിധികളെ പറ്റി ഇവിടെ പ്രമേയ അവതാരകൻ പറഞ്ഞു. ക്ഷീര കർഷക ക്ഷേമനിധി കൊടുക്കുന്നില്ല, കുടിശ്ശിക വലിയ തോതിലാണ്, പിന്നെ വളരെ വർഷങ്ങളായിട്ട് കൊടുക്കുന്നില്ല എന്ന് കുറേ ലിസ്റ്റ്. ഇതൊക്കെ അങ്ങ് ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ലിസ്റ്റ് എടുത്തിട്ടാണോ? സർ, 16 ക്ഷേമനിധികൾക്ക് നേരിട്ട് ഗവൺമെൻറ് തന്നെയാണ് പെൻഷൻ കൊടുക്കുന്നത്. 16 ക്ഷേമനിധികൾക്ക്. ആ ക്ഷേമനിധികളിൽ ചില ചെറിയ പഠന, പിന്നെ മരണാനന്തരം ചികിത്സാ സഹായം, മരണാനന്തരമായിട്ടുള്ള കൊടുക്കുന്ന കുടുംബത്തിന് കൊടുക്കുന്ന സഹായം, ചില പഠന സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 16 ക്ഷേമനിധി, വളരെ കുറച്ച് ക്ഷേമനിധിയുള്ളൂ നേരിട്ട് കൊടുക്കുന്നത്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അങ്ങനത്തെ ഒരു ക്ഷേമനിധിയായിരുന്നു. ആ ക്ഷേമനിധിയിലെ ഫണ്ട് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് അത് കളക്ട് ചെയ്തപ്പോൾ അത് വളരെ താമസിയാതെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ആ ക്ഷേമനിധിയുടെ. പക്ഷേ പൊതുവിൽ ഈ ക്ഷേമനിധിയിൽ ഇത്രയും വലിയ, അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ, കുറേയേറെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞല്ലോ. ശ്രീ വിഷ്ണുനാഥ് ഇവിടെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ കിട്ടാനുണ്ട് എന്നുള്ളത് എവിടുന്ന് കിട്ടുന്ന വിവരമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. കേരള കശുവണ്ടി, പിന്നെ നമ്മുടെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ കാലത്ത് 2764 കോടി രൂപ 37 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇത്തരം സഹായങ്ങളൊക്കെയാണ്. വിവിധ പെൻഷനുകൾ, ഞാനതിൻ്റെ വിവിധ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞ്, അദ്ദേഹം പറഞ്ഞതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എടുത്ത് ഇവിടെ അടുത്ത ദിവസം തന്നെ ഈ ബന്ധപ്പെട്ട വകുപ്പുകളിൽ തരാം. ലേബറിൻ്റെ ഒക്കെ ഈ പെൻഷനൊക്കെ, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള 16 ക്ഷേമനിധി ബോർഡുകളിൽ കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഈ ഡയറക്റ്റായിട്ടുള്ള പെൻഷനാണ്. കശുവണ്ടി മേഖലയിൽ അങ്ങേക്ക് താല്പര്യമുണ്ട്, എനിക്കും താല്പര്യമുണ്ട്. കാരണം നമ്മൾ വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ്. കൊല്ലം ജില്ലയിൽ വലിയ തോതിൽ കശുവണ്ടി തൊഴിലാളികളുള്ളതാണ്. അവിടെ കശുവണ്ടി ക്ഷേമനിധി ബോർഡുണ്ട്. ആ ബോർഡിലെ ചില കുറച്ച് തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്നതിനുള്ള ഫണ്ടില്ല. അതിന് പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടാണ് കഴിഞ്ഞ വർഷം എല്ലാ ഫണ്ടും പിന്നെ പെൻഷൻ കൊടുത്തു തീർത്തത്. അത് പ്രത്യേകം അനുവദിച്ചു. ഈ ക്ഷേമനിധിയുടെ പൊതുവിലല്ല വരുന്നത്. ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ക്ഷേമനിധി പെൻഷനുകളെല്ലാം കൊടുക്കുന്നു. അതിനകത്ത് നിർമ്മാണ തൊഴിലാളികളുടെ കാര്യത്തിലാണ് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് ആ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തു. അപ്പോൾ ക്ഷീരം ഉൾപ്പെടെ എല്ലാ മേഖലകളെ പറ്റിയും അങ്ങ് പറഞ്ഞതിനകത്ത് അത്രയും പൂർണ്ണമായ കാര്യത്തിനകത്ത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. സാർ, ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് 2 പെൻഷനുകളുടെ കാര്യം പറഞ്ഞു. ഈ 2 പെൻഷനുകളുടെ കാര്യത്തിൽ എന്താ, ഏത് പെൻഷനാണ് സർക്കാർ കുറച്ചിട്ടുള്ളത്? 2019 തോമസ് ഐസക് ഒരു ഓർഡർ ഇറക്കി. ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ കിട്ടുന്ന ആളുകളുണ്ട്. ആ ക്ഷേമനിധിയിൽ നിന്ന് അന്ന് വരെ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്കെല്ലാം ആ പെൻഷൻ തുടരും. കൂടാതെ സാമൂഹ്യക്ഷേമ പെൻഷന് വരും. അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആ തുക, 2 പെൻഷനാണ് അത് വരുമ്പോൾ, അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആ തുക അങ്ങയുടെ ഗവൺമെൻറ് കാലത്ത് 18 മാസക്കാലത്തെ ഈ പ്രശ്നമടക്കം കൊടുക്കാതിരുന്ന ഒരു കാലത്ത് കിട്ടിക്കൊണ്ടിരിക്കാനായിട്ട് രേഖയിലുണ്ടായിരുന്ന പെൻഷൻ തുടരും. അത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും. അതായത് ഇപ്പം ഉത്തരം ക്ലിയറായിട്ട് വരാം. 18 അന്ന് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന 600 രൂപയാണെങ്കിൽ ആ 600 രൂപ മുഴുവൻ ആൾക്കും കൊടുക്കും അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക്. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇപ്പം 1600 ഇനി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ
അതനുസരിച്ചിട്ട് അഡീഷണലും കൊടുക്കും. അതിനുശേഷമുള്ളതിനകത്ത് ഈ പെൻഷൻ ആക്കിയിട്ടുണ്ട്. ചെയർ സമ്മതിക്കുകയാണെങ്കിൽ ഞാനിരിക്കാമല്ലോ. ചെയർ പറയുന്നത് കൊണ്ടാണ് നമുക്കിനി പിന്നെ സമയമുണ്ടല്ലോ. കാരണം 6 മാസത്തിൽ 5 മാസം നമ്മൾ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും അവതരിപ്പിക്കാനുള്ള സമയം കിട്ടുമെന്ന്. സർ, അദ്ദേഹം ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനെ പറ്റി വളരെ വിശദമായിട്ടിവിടെ പറഞ്ഞു. സർ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇവിടെ എന്തോ സർക്കാർ കോടതിയിൽ പോയിട്ട് എന്തോ പറഞ്ഞു എന്നാണ്. ഞങ്ങൾക്ക് ഇത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല, ഇതൊരു പൗരന്റെ അവകാശമല്ല. സ്റ്റാറ്റ്യൂട്ടറി അവകാശമല്ല സർ. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പം നമ്മുടെ ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനാണ് ഇത് വരിക. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്ന ഒരു കാര്യം, അതിനകത്ത് ശ്രീ ആർ ശങ്കർ അന്ന് വാർദ്ധക്യകാല പെൻഷൻ കാര്യം പറയുമ്പോഴാണ് സർ, ആർട്ടിക്കിൾ 41 അനുസരിച്ചിട്ട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനം സർക്കാർ നടത്തണമെന്നൊരു ഡയറക്ഷനുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. അതനുസരിച്ച് സർക്കാരിന്റെ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട. അത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുമ്പോൾ നിർബന്ധമായി കൊടുക്കേണ്ട ഒരു പെൻഷൻ അല്ല. പക്ഷേ പറഞ്ഞ് പ്രസംഗിക്കല്ല, കൃത്യമായി കൊടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. സർ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ജീവനക്കാർക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ കരയുന്നുണ്ടല്ലോ. ഇന്നലെ വലിയ മാർച്ച് ഉണ്ടായിരുന്നല്ലോ. സർ, ആരാണ് സാർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇന്ത്യയിൽ നിർത്തലാക്കിയത്? മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന നേതാവിനെ നിങ്ങൾ ഓർക്കുമല്ലോ. ആ ഗവൺമെന്റ് കാലത്താണല്ലോ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തിയത്. കേരളത്തിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണല്ലോ ഇവിടുത്തെ ജീവനക്കാരെല്ലാം കൂടി രംഗത്തേക്ക് വരേണ്ടി വന്നത്. ഇന്ത്യയിലാകെ PSC വഴി അപ്പോയിന്റ് ചെയ്യുന്നതിനകത്ത് 60% കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കണക്കുകൾ കാണിക്കല്ലേ. നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും എല്ലാ പെൻഷനും നിർത്തിയ ആളുകൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനെ പറ്റി ഇവിടെ ഇങ്ങനെ വലിയ വാചാലമായി പറയുകയാണ്. സർ, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ പെൻഷൻ കൊടുക്കും. കോടതി പറഞ്ഞു ഇത് കോടതി പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധമായി കൊടുക്കുക എന്ന് പറയുന്നതല്ല, ഞങ്ങൾ ഗവൺമെന്റ് തീരുമാനിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങ് പറഞ്ഞല്ലോ സാർ. സാർ, ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ തന്നെയാണ്. വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. ഇവിടെ അങ്ങ് പറഞ്ഞല്ലോ 2 രൂപയുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ഞങ്ങളെന്ന് പറഞ്ഞെന്താ, സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് ബഡ്ജറ്റിലെ 23-24 ബഡ്ജറ്റിൽ 561 പാരഗ്രാഫ് ഞങ്ങൾ പറഞ്ഞു. ഏകദേശം 11,000 കോടി രൂപ വരും ഇപ്പോഴത്തെ ബാധ്യത ഇങ്ങനെ പോയാൽ. അതുകൊണ്ട് ഈ കടമ തുടർന്ന് നിർവഹിക്കുന്നതിനായി സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് മുഖേന കുറച്ച് അധിക വിഭവ സമാഹരണം നടത്താൻ ഉദ്ദേശിക്കുന്നു. സാർ, അന്ന് പറഞ്ഞ 1000 കോടി രൂപയ്ക്ക് അടുത്താണ് അത് വരിക. 1000 കോടി എന്ന് പറഞ്ഞാൽ ഏകദേശം ചെലവ് വരുമ്പോൾ 1 മാസത്തെ ചെലവിന് അധികം വരില്ല. അന്ന് എന്തോ ഒരു പുകിലായിരുന്നു കേരളത്തിൽ. ആ പണം കിട്ടിയത് ചോദ്യമുണ്ട്, അതിന് മറുപടി ഉണ്ട്. എത്ര ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്? 1,000 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് വന്നിട്ട് അതിൽ നിന്ന് കൊടുക്കുകയാണ്. അതുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുക. സർ, ഈ സഭയിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കിയല്ലെന്ന്. പെട്രോളിനും ഡീസലിനും 3.5 രൂപയും കർണാടക മിനിഞ്ഞാന്ന് കൂട്ടിയിട്ടുണ്ട് സർ. കേരളത്തിലെ ഒരു കാര്യമായ ഒരു പത്രത്തിൽ അവരിങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3.5 രൂപ സെസ്, 3.5 രൂപയും ഞാൻ കൂട്ടിയ കാര്യം പറയുന്നുള്ളൂ. കർണാടക എന്ന് പറയുമ്പോൾ ചാടുന്ന എന്തിനാ? കർണാടക എന്ന് പറയുമ്പോൾ ചാടി തുള്ളേണ്ട കാര്യമില്ല. കർണാടകത്തിലെ കാര്യം പറയുമ്പോൾ ചാടി തുള്ളേണ്ട കാര്യമില്ല. എത്ര ആയിക്കോട്ടെ. 3.5 രൂപയും കർണാടകത്തിൽ കൂട്ടിയല്ലേ മിനിഞ്ഞാന്ന്. കേരളത്തിലെ മലയാള മനോരമ അടക്കമുള്ള പ്രമുഖ പത്രങ്ങളിലൊന്നും അതിന്റെ വാർത്ത മാറുകയൊക്കെ എന്തും വേണ്ടി കാര്യങ്ങളാന്ന് പറഞ്ഞത് കണ്ടില്ലല്ലോ. അപ്പൊ അവിടുത്തെ ഈ കാര്യം വന്നത് ഈ ഡീസലിന്റെ പെട്രോളിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ. സാർ, ഇവിടെ ഇതിനകത്ത് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും രാഷ്ട്രീയ ആർഭാടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. പിന്നെ നോക്കി ആർഭാടം ഇതൊക്കെ ഉള്ളപ്പോൾ എന്താ ആർഭാടം? സാർ, എന്താ ഇവിടെ നവകേരള സദസ്സിന്റെ സമയത്ത് വണ്ടി ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ആ വണ്ടി ഒന്ന് റീഫർബിഷ് ചെയ്തിപ്പോൾ റൂട്ട് ഓടിക്കുക. അതിനകത്തുള്ള സൗകര്യം അനുസരിച്ച് പിന്നെ സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ അല്ലെങ്കിൽ AC ബസ്സിന്റെ അത്രയും സൗകര്യം ഇല്ലാത്ത ബസ് എന്തൊക്കെയായിരുന്നു പറഞ്ഞ് ആ ബസ് പത്രക്കാർ ആദ്യ ദിവസം കാണാൻ കയറിയല്ലോ. നിങ്ങൾക്ക് പലർക്കും അത് വരാൻ പറ്റും. നിങ്ങൾ സഹകരിക്കേണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് അടുത്ത് വന്ന് കാണാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് ആ ബസ് കാണാം. ആ ബസ്സിനകത്ത് എന്തൊക്കെ സൗകര്യമാണെന്ന് പറഞ്ഞു. അതിനകത്ത് എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരു ബോയിങ് വിമാനത്തിനകത്തുള്ള സൗകര്യങ്ങളെല്ലാം ഈ ചെറിയ ഒരു ബസ്സിനകത്ത് ഒതുക്കിയെന്നൊക്കെ അല്ലേ. എന്താ സാർ ആ ബസ്? സാധാരണ റൂട്ട് ബസ് അവിടുന്ന് ഓടുന്ന ബസ്സാണ് സാർ. ക്ലിഫ് ഹൗസിൽ അറ്റകുറ്റപ്പണി അതൊക്കെ ഇവിടെ എപ്പോഴും പറഞ്ഞു. ഇവിടെ ഇങ്ങനെ നവകേരള സദസ്സ് പിന്നെ മറ്റു കാര്യങ്ങൾ ആർഭാടം. സാർ, എന്ത് ആർഭാടം സാർ? സാർ, കേരളത്തിൽ ക്യാബിനറ്റ് പദവിയുടെ കാര്യം ക്യാബിനറ്റ് എത്ര പേർക്കുണ്ട്, എങ്ങനെയാണ്? അതിനകത്തൊക്കെ എന്തോ സൗകര്യം. അപ്പോൾ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിമാരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് നമുക്കിവിടെ സൗകര്യത്തിൻ്റെ കാര്യത്തിലില്ല, സ്റ്റാഫിൻ്റെ കാര്യത്തിലില്ല, വണ്ടിയുടെ കാര്യത്തിലില്ല. സാർ, കർണാടകത്തിൻ്റെ കാര്യം പറയുമ്പോൾ വീണ്ടും ബഹളം വെക്കരുത്. കർണാടകത്തിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്.
എത്രയാ ക്യാബിനറ്റ് അംഗങ്ങളെന്നറിയുമോ? ക്യാബിനറ്റ് പദവി 90 പേർക്ക്. 90 പേർക്ക്. അവിടെ പ്രമുഖരായ അവിടുത്തെ നേതാക്കന്മാർക്ക് ചികിത്സ ചെയ്യുന്ന ഡോക്ടർ വരെ ക്യാബിനറ്റ് പദവിയാണ്. ക്യാബിനറ്റ് പദവിയാണ്. അതിനുള്ള സെക്യൂരിറ്റി സൗകര്യങ്ങൾക്കാർ എന്താണ് അവിടെ 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 തൊട്ടപ്പുറത്തെ കാര്യങ്ങൾ ഇടപെടുന്നവരാണല്ലോ. ആർഭാടത്തിന്റെ കാര്യം സർ, ഈ തരത്തിൽ ആർഭാടം കാണിക്കുന്ന ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ 90 പേർക്ക് ക്യാബിനറ്റ് പദവി കൊടുത്തല്ലോ സർ. ഞങ്ങളിപ്പോ ഈ തെരഞ്ഞെടുപ്പിനകത്തെ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിനയത്തോടു കൂടി ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു, മനസ്സിലാക്കി അതനുസരിച്ച് കറക്റ്റ് ചെയ്യുക സാർ. 3 ദിവസം ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി കൂടുന്നതാണ്. ഞങ്ങൾ കൂടും, മറ്റ് ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണി കക്ഷികളൊക്കെ കമ്മിറ്റി കൂടും, നല്ല വിമർശനം കേൾക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ പറയും, അതിൽ ഞങ്ങൾ കേൾക്കും. പക്ഷേ ഞങ്ങളിപ്പോൾ ഈ പറയുന്നതിനകത്ത് ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ മോശം, പറയുന്നതിൻ്റെ മോശം, മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നു, ബാക്കിയുള്ളവർ ഇങ്ങനെ പറയുന്നു. സാർ, ഇന്നത്തെ പത്രം എൻ്റെ കയ്യിലുണ്ട്, മനോരമ. അതിനകത്ത് എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നതിൻ്റെ ഒരു ഉദാഹരണം. KPCC പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, നേർക്കാഴ്ച, ഡെയിലി കോട്ടാണ്, 9-ാം പേജിൽ. KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറയാം, കോൺഗ്രസ് ഓഫീസിൽ ബോംബ് കണ്ടെന്ന് പറയാൻ പിണറായി വിജയൻ ആണത്തമുണ്ടോ? അവൻ വെട്ടിക്കൊന്ന ആളെത്രയാണ്? വെടിവെച്ച് കൊന്നവർ എത്രയാണ്? കേരളത്തിന്റെ KPCC പ്രസിഡന്റിന്റെ ഭാഷയാണ്. ഞാൻ പറഞ്ഞതല്ല, മനോരമ പത്രത്തിൽ വന്നത് ഞാൻ വായിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി അവൻ വെട്ടിക്കൊന്ന ആളെത്രയാണ്, വെടിവെച്ച് കൊന്ന എത്രയാണെന്ന് ചോദിക്കുന്ന KPCC പ്രസിഡന്റ് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രിമാരെന്ന് പറയുന്ന രീതിയാണ് നിങ്ങൾ ഇതാ കാണുക. പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയൊക്കെ അദ്ദേഹം അഭിസംബോധന ചെയ്ത രീതി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. വലിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളാണല്ലോ സംസ്കാരത്തെ പറ്റി പറയുന്നത് സാർ, നിങ്ങൾ രാഷ്ട്രീയത്തെ പറ്റി പറയുന്നത് സാർ. ഇത് രാഷ്ട്രീയം പറയാം, പക്ഷെ ഇത് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് കേന്ദ്രം തരുന്ന ഈ നിലപാടുകൾ, ആ നിലപാടുകൾക്കെതിരായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ സാർ? പെൻഷൻ കമ്പനി ഉണ്ടാക്കി, ഞാൻ പറയുന്ന ഈ വിഷയം തന്നെയാ. പെൻഷൻ കമ്പനി, ഇത് സമീപനത്തിന്റെ പ്രശ്നമാണ്, സമീപനത്തിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ പെൻഷൻ കമ്പനി ഉണ്ടാക്കി, ആ പെൻഷൻ കമ്പനിയെ തകർത്തു. കിഫ്ബി എടുക്കുന്ന പണം അതിനെ തകർത്തു. ഇതെല്ലാം ചെയ്ത് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം കടമെടുക്കാൻ പോലും അംഗീകരിക്കാത്ത തരത്തിലേക്കുള്ള കേന്ദ്ര ഗവൺമെന്റ് നിലപാടാണ് സാർ. അപ്പൊ അങ്ങനെ നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ഒരു സമീപനം കേരളത്തിൽ സംയുക്തമായിട്ട് എടുക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. കൂടുതൽ തെരഞ്ഞെടുപ്പിന് വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ജയിച്ചു. നിങ്ങൾക്ക് ആകെ അതിനകത്ത് വിഷമമുണ്ടായത് ശ്രീ കെ മുരളീധരന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് സോഷ്യൽ എഞ്ചിനീയറിംഗും ഇലക്ട്രൽ ടാക്ടിക്സിൻ്റെ ഒക്കെ ഭാഗമാണെന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുക, നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇനിയിപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് താല്പര്യത്തോടെ ഇടപെടണം. കേന്ദ്രത്തിൽ പുതിയ ഗവൺമെൻറ് വന്നു. പുതിയ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ പഴയ സംവിധാനം തന്നെയാണെങ്കിൽ ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ്റാണ്. കുറച്ച് MP-മാർ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ആ മുന്നണിയുണ്ട്. അവിടെ കുറച്ച് കാര്യങ്ങൾ ഇടപെട്ട് കിട്ടാനുള്ള പണം, കേരളത്തിന് കിട്ടാനുള്ള പണം കിട്ടണം. കേരളത്തിന് കിട്ടാനുള്ള പണം കിട്ടിയില്ലെങ്കിൽ സാർ, അങ്ങയിലൂടെയാണ് കേരളത്തിലെ ജനങ്ങളോട് ഈ കാര്യം നമ്മൾ പറയുന്നത്. സാർ, കേരളത്തിന് കിട്ടാനുള്ള പണം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള വികസന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്താൻ പറ്റില്ല. നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, ഈ ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന ഗവൺമെന്റിനെ വീണ്ടും ശ്വാസം മുട്ടിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് മേടിച്ചെടുക്കാനുള്ള ശ്രമം വേണം. എന്തായാലും സാമൂഹ്യക്ഷേമ പെൻഷൻ സംബന്ധിച്ച് സർക്കാർ എടുത്ത നിലപാട് വളരെ കൃത്യമാണ്. അതിപ്പോൾ 5 മാസത്തെ കൊടുക്കാനുണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ മാസം കൂടെ ആകുമ്പോൾ 5 മാസത്തെ, കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇങ്ങോട്ടൊരു 8,000 രൂപ ആളുകൾക്ക് കിട്ടും. അത് കൃത്യമായി കൊടുക്കും. ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നോട്ട് ചെയ്ത് പോകാൻ തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. എല്ലാ മേഖലയിലും നമുക്ക് മുന്നോട്ട് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഫിസ്ക്കൽ കൺസോളിഡേഷൻ്റെ കാര്യത്തിൽ കേരളം മെച്ചപ്പെട്ടിട്ടുണ്ടാണ് എന്നാണ് ഞാൻ ആവർത്തിക്കുന്നില്ലെങ്കിലും മനോരമ പത്രം തന്നെ ഈ സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻഷിപ്പിനകത്ത് ഹൗ സെൻട്രൽ ത്രോട്ടിൽ കേരള ആൻഡ് ഹൗ FM ബാലഗോപാൽസ് റെസ്പോൺസ് ഹെൽപ്പ് മോർ ബർഡൻ എന്ന് പറഞ്ഞിട്ട് ഈ CAG റിപ്പോർട്ട് അടക്കം സാർ കഴിഞ്ഞ വർഷം കിട്ടുന്നതിനേക്കാളും 15,000 കോടി രൂപ ഗ്രാൻഡ് മാത്രം വെട്ടിക്കുറച്ചു. കേരളം ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ കുറേ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. മലയാള മനോരമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കുന്ന റിപ്പോർട്ട് മനോരമ തന്നെ കൊടുത്തൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം May 18 വന്നത് ഞാൻ ഇതിനകത്ത് പറയുക. അത് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ നേട്ടങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഏതായാലും ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിനകത്ത് ഒരാശങ്കയും വേണ്ട. പാവപ്പെട്ട ജനങ്ങളെ ആശങ്ക തീറ്റിച്ച് അതിൻ്റെ പേരിൽ വോട്ട് ലഭിക്കാനുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രമേയം. കൃത്യമായി കൊടുക്കാമെന്ന് തീരുമാനിച്ച് പറഞ്ഞ LDF പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന കാര്യം
ഉറപ്പാണ് സാർ. അതുകൊണ്ട് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള നേരത്തെ അഭിപ്രായം ഞാൻ ഒന്നുകൂടെ പറയുന്നു സാർ. യെസ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിൽ അനുമതി നിഷേധിക്കുന്നു. യെസ് സാറേ, സാധാരണ വളരെ സൗമ്യമായി മറുപടി പറയാനുള്ള ധനകാര്യമന്ത്രി ഇന്ന് എന്താണ് ഇത്രമാത്രം പ്രകോപിതനായതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വിശ്വനാഥിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ചില വിവരങ്ങൾ നിങ്ങളുടെ ഗവൺമെൻറ് നിയമസഭയിൽ തന്ന മറുപടി ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയ ചില വിവരങ്ങൾ അങ്ങ് എന്തിനാണ് ഇത്രമാത്രം പ്രകോപിപ്പിക്കുന്നത്? അങ്ങ് പറഞ്ഞു ഇത് ഒരു അടിയന്തര സ്വഭാവമുള്ള കാര്യമല്ല. 2, പ്രതിപക്ഷം മുതലക്കണ്ണീര് പൊഴിക്കുകയാണ്. 3, ആത്മാർത്ഥത ഇല്ല. ഞങ്ങളുടെ ആത്മാർത്ഥതയെ അളക്കാനുള്ള അളവുകോൽ അങ്ങയുടെ കയ്യിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഷെയർ വിഷയം ലളിതമല്ല, വളരെ സങ്കീർണമാണ്. 6 മാസമായി പെൻഷൻ കൊടുക്കുന്നില്ല. 6 മാസത്തെ കുടിശ്ശിക ഇവിടെ നിൽക്കുന്നു. സാമൂഹ്യ സുരക്ഷ പെൻഷൻ കുടിശ്ശിക ഇവിടെ നിൽക്കുന്നു. സാർ, അത് മന്ത്രിയുടെ കണക്കനുസരിച്ച് 62 ലക്ഷം, ഗവൺമെൻറ് ഉത്തരവിൽ 48 ലക്ഷം, ഇനി അതിൻ്റെ ഇടയിൽ ഒരു 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുണ്ട്. അതാരാണ്? ഭിന്നശേഷിക്കാരാണ്, വിധവകളാണ്, വാർദ്ധക്യം ബാധിച്ചവരാണ്, അഗതികളാണ്, ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ, ഈ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, മരുന്ന് മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ. ഈ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ സർക്കാർ 6 മാസത്തെ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങ് വളരെ തന്ത്രപൂർവ്വം ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഈ മാസം മുതലെല്ലാം കൊടുത്തു തുടങ്ങിയെന്ന്. സാർ, പണ്ട് ഉത്തരവ് വരുന്നത് എങ്ങനെയാണ്? സർക്കാരിൻ്റെ 2023 ഉത്തരവ് ജൂലൈ മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യം അനുവദിക്കുന്നു, ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നു. ഇപ്പം എന്താണ്? ഇപ്പം മാറി ഉത്തരവ്. 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉത്തരവ് അനുവദിക്കും. ഏത് മാസത്തെ എന്ന് കൃത്യമായി ഒരു സ്ഥലത്തും പറയുന്നില്ല. സാർ, ഇപ്പോൾ പറയുന്നു മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ പെൻഷൻ കൊടുത്തു. യഥാർത്ഥത്തിൽ കൊടുക്കാനുള്ള ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലാണ് 2023. അതായത് 6 മാസത്തെ പെൻഷൻ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന രീതിയിലാണ് ഇതുവരെ ഇറങ്ങാത്ത സർക്കാർ ഉത്തരവിൻ്റെ രീതിയിൽ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഏതു മാസത്തെയാണെന്ന് സ്പെസിഫിക്കായി പറഞ്ഞുകൊണ്ടാണ് പെൻഷൻ ഉത്തരവുകൾ ഇറക്കാറുള്ളത്. കഴിഞ്ഞ 2 പ്രാവശ്യമായി വളരെ കൗശലത്തോടു കൂടി ഏതു മാസത്തെയാണെന്ന് പറയാതെ 1 മാസത്തെ എന്ന് പറയുന്നത്. ആരെ കബളിപ്പിക്കാനാണ് നിങ്ങൾ അത് ചെയ്യുന്നത്? ഈ പാവപ്പെട്ട മനുഷ്യരെ, ഞാൻ പറഞ്ഞ ഈ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ. അപ്പോൾ കുടിശ്ശിക നൽകാതിരിക്കാനുള്ള കൗശലപൂർവമായ നീക്കമാണ് സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6 മാസത്തെ 900 കോടി ഉൾപ്പെടെയുള്ള 5400 കോടി രൂപ ഈ പാവങ്ങൾക്ക് കിട്ടാനുണ്ട്. 5 മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് പറഞ്ഞാൽ പിന്നെ കുടിശ്ശിക ഇല്ല എന്നെങ്ങനെ വരിക? 5 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞല്ലോ. 5 മാസത്തെ കുടിശ്ശിക ഉണ്ട്, ആ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് 5 മാസത്തെ കുടിശ്ശിക ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാലല്ലേ പ്രശ്നം വരൂ. 5 മാസത്തെ കുടിശ്ശിക ഉണ്ട്, 5 മാസത്തെ കുടിശ്ശികയാണുള്ളത്. എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുന്നത്? സർക്കാർ പെൻഷന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ ഇറക്കുമ്പോൾ ആ പെർട്ടിക്കുലർ മാസത്തിന്റെ പേര് പറഞ്ഞാണ്. ഞാനതാണ് 3 മാസത്തെ ഉത്തരവ് വായിച്ചത് കഴിഞ്ഞ വർഷം ഇറങ്ങിയത്. ഈ പ്രാവശ്യത്തെ ഉത്തരവ് അത് മാറി 1 മാസത്തെ, എന്നിട്ട് ഇപ്പോൾ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അങ്ങ് ചോദിച്ചു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ പറഞ്ഞത്? PC വിശ്വനാഥ് ഇവിടെ പറഞ്ഞത് മുഴുവൻ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ പറഞ്ഞു 18 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞല്ലോ, വൈറ്റ് പേപ്പർ ഇവിടെ വായിച്ചല്ലോ, ധവളപത്രം, ഐസക്കിറക്കിയ ഔദ്യോഗിക ധവളപത്രം, ഈ സഭയുടെ ടേബിളിൽ വെച്ച ധവളപത്രം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടിയന്തരമായ ബാധ്യതകൾ, അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ എത്രയാണ്? 806 കോടി രൂപ ഉണ്ടായിരുന്നുള്ളൂ. 806 കോടി രൂപ 3 മാസത്തേത്. അതായത് 2014 നവംബർ, ഡിസംബർ, 2015 ജനുവരി. ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഐസക് തന്നെ 2017 M സ്വരാജിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ സർക്കാർ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് തരംതിരിച്ചറിയിക്കാമോ? ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, പെൻഷനുകൾ തുക കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു. കാരണം പറയാണ്,
ഡോക്ടർ എം കെ മുനീർ ഇവിടെ പറഞ്ഞു. എന്തുകൊണ്ടാണ് കാരണം? 2015 ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് DBT സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു. DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ നിയമസഭയിൽ നിങ്ങളുടെ ധനകാര്യമന്ത്രി നൽകിയ ഉത്തരവാണ്. ധനകാര്യമന്ത്രി എന്നിട്ട് 18 മാസത്തേന്ന് അങ്ങ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായെന്ന് പറഞ്ഞത്? ഞങ്ങൾ ഈ നിയമസഭ, ബഹുമാനപ്പെട്ട സാർ അറിയണം, ഈ സഭയിൽ ഒരു മന്ത്രി, ധനകാര്യമന്ത്രി കൊടുത്ത രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞു ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് 16 ലക്ഷം പേർക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ അത് ഓരോ സർക്കാർ വരുമ്പോൾ എണ്ണം കൂടും, തുക വർദ്ധിക്കും. ഓരോ സർക്കാരിന്റെ കാലത്ത് പണ്ട് പെൻഷൻ കൊടുത്തിരുന്നത് 100 രൂപയായിരുന്നു. എന്നിട്ട് ആ കാലത്ത് 100 രൂപയാണ്. 100 രൂപയ്ക്ക് വലിയ വിലയുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്നിട്ട് ഞങ്ങൾ തുക കൂട്ടി. അന്ന് 2011 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 16 ലക്ഷം പേർക്കേ ഉള്ളൂ. അത് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 34 ലക്ഷം പേർക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ കൂട്ടി. പക്ഷെ നിങ്ങൾ പെൻഷൻ ഒറ്റ പെൻഷനാക്കി. അതായത് ക്ഷേമനിധിയിലേക്ക് അംശാദായം അടച്ചിട്ടുള്ള ക്ഷേമനിധി പെൻഷനും ഇതുകൂടി ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങ് ഇപ്പോൾ പറഞ്ഞു രണ്ടും തുടരുമെന്ന്. ആ ഉത്തരവ് ഞാൻ വായിക്കാം. അങ്ങ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? ഐസക്കിൻ്റെ ഉത്തരവ്. നിങ്ങൾക്ക് കേൾക്കണം. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഇരട്ടിയാക്കി ഉയർത്തിയ സാഹചര്യത്തിൽ പുതിയ അപേക്ഷകനായ ഒരാൾക്ക് ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡ് പെൻഷനോ മാത്രമേ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. രണ്ട് കേട്ടോ, ഒരാൾക്ക് ഒരു പെൻഷന് മാത്രമേ അർഹതയുള്ളൂ എന്നതിനാൽ ഇത്തരത്തിൽ ബോർഡ് പെൻഷൻ അനുവദിക്കുന്ന അവസരത്തിൽ ഗുണഭോക്താവ് നിലവിൽ വാങ്ങി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആ സമയം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന. എന്നിട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ ഇന്ന് ഒരു ധനകാര്യമന്ത്രി സംസാരിക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഗവൺമെന്റ് ഉത്തരവിനെതിരായിട്ടാ സംസാരിച്ചത്. സമാധാനത്തോടെ സംസാരിക്കുന്നതെന്നുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ രൂക്ഷമായും ക്ഷോഭത്തോടെ സംസാരിക്കുന്നതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അന്ന് വരെയുള്ള ആൾക്ക് 600 രൂപ പെൻഷൻ, ആ 600 രൂപ പെൻഷൻ തന്നെ കിട്ടുന്നുണ്ട്. പുതിയ ആളുകൾക്കാണ് ഇത് ബാധകം എന്ന നിലയിൽ ഇപ്പം നടക്കുന്നതാണ്. ഞാൻ വിവിധ വകുപ്പുകളിലെ കൃത്യമായ കണക്കുകൾ അടുത്ത ദിവസങ്ങളിൽ തരാം. അത് ഈ പറഞ്ഞ കശുവണ്ടി തൊഴിലാളി ഉൾപ്പെടെ സാധാരണ പെൻഷൻ മേടിക്കുന്ന എല്ലാവരുടെയും ഉൾപ്പെടെ അടുത്തുനിന്ന് പോകുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ആ ഒരു പെൻഷനുണ്ട്. പുതിയതായിട്ട് വരുന്നവർക്ക് ക്ഷേമ പെൻഷൻ ഈ 1600 ഉള്ളൂ. അതാണിപ്പോൾ നടന്നു വരുന്നത്. അതിന് മുമ്പുള്ളത് അതേപോലെ ആ പെൻഷൻ തുക അതേപോലെ തുടരുന്നു. ഇതാണ് തുടരുന്നത്. കൃത്യമാണ്. ഒരു പെൻഷന് മാത്രമേ അർഹതയുള്ളൂ എന്നതിനാൽ ഇത്തരത്തിൽ ബോർഡ് പെൻഷൻ അനുവദിക്കുന്ന അവസരത്തിൽ ഗുണഭോക്താവ് നിലവിൽ വാങ്ങി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആ സമയം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഗവൺമെന്റ് ഉത്തരവ് എഴുതി വെച്ചിട്ട് അതിന് ഞങ്ങളോട് ചോദിക്കുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സഭയിൽ പറയുന്നതെന്ന് ചോദിക്കുക. ഇപ്പൊ പിന്നെ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞല്ലോ, കർണാടകയിൽ പെട്രോൾ വില കൂടി. കർണാടകയിൽ ഇന്നും ബാംഗ്ലൂര് എത്രയാണെന്നറിയാമോ? ഇന്നത്തെ പെട്രോൾ വില 102 രൂപ 86 പൈസ. കേരളത്തിൽ എത്രയാണെന്നറിയാമോ? 107 രൂപ 35 പൈസ. അവിടെ കൂട്ടിയിട്ടും ഇതിന്റെ അടുത്തെങ്ങും എത്തിയിട്ടില്ല. അവിടെ കൂട്ടിയിട്ടും ഇതിന്റെ അടുത്തെങ്ങും കേരളത്തിൽ എത്തിയിട്ടില്ല. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് എന്താ? ബജറ്റിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വർദ്ധിപ്പിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ്. ആ പണം വന്നിട്ടുണ്ടല്ലോ സഞ്ചിത നിധിയിൽ, കൺസോളിഡേറ്റ് ഫണ്ടിൽ. എന്നിട്ട് എന്തേ ഈ പാവങ്ങൾക്ക് കൊടുക്കാറുന്നത്? നിങ്ങളാണ് ജനങ്ങളെ കബളിപ്പിച്ചത്. അല്ലെ, ഞാൻ തീർക്കട്ടെ. നിങ്ങൾ പെട്രോളിനും ഡീസലിനും സെസ് വർദ്ധിപ്പിച്ചത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് അവരിൽ നിന്ന് നിങ്ങൾ നികുതി പിരിച്ചിട്ട് നിങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാതെ 6 മാസത്തെ കുടിശ്ശിക നിങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ മസ്റ്ററിങ് നിർബന്ധമാക്കി. എത്രയോ പാവങ്ങളാണ് കിടപ്പ് രോഗികൾ, ആയിരക്കണക്കിന് കിടപ്പ് രോഗികളാണ്, എണീറ്റ് വരാൻ വയ്യാത്ത ആളുകൾ, ഭിന്നശേഷിക്കാരായ ആളുകൾ ഈ മസ്റ്ററിങ് നടത്താൻ പറ്റാതെ നിൽക്കുന്നു. അവർ ഈ തിരക്ക് കൊണ്ടും മറ്റും 3 മാസം 4 മാസം വൈകി മസ്റ്ററിങ് നടത്തിയാൽ എന്ത് ചെയ്യുമെന്നറിയോ?
ആ മസ്റ്ററിങ് നടത്താത്ത പീരീഡിലെ പെൻഷനങ്ങ് വേണ്ടാന്ന് വയ്ക്കും, ഒഴിവാക്കും. എന്നിട്ട് മസ്റ്ററിങ് നടത്തിയ അന്ന് മുതൽ പെൻഷൻ കൊടുക്കും. അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് അറിയാൻ വേണ്ടിയിട്ടാണ് മസ്റ്ററിങ് നടത്തുന്നതെന്നാണ് പറയുന്നത്. ഫെബ്രുവരിയിൽ മസ്റ്ററിങ് നടത്തേണ്ടത് ഓഗസ്റ്റിലാണ് നടത്തുന്നതെങ്കിൽ ഓഗസ്റ്റ് നടത്തുമ്പോൾ ആൾ ജീവിച്ചിരിക്കണ്ടല്ലോ. ഫെബ്രുവരിയിൽ മരിച്ച ആൾ ഓഗസ്റ്റിൽ ജീവിച്ചു വരുമോ? എന്നിട്ട് എന്ത് ചെയ്യും? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ 6 മാസത്തെ പെൻഷൻ അവരുടെ റദ്ദ് ചെയ്യും. ഇത്ര ഉത്തരവാണ്, സർക്കാർ ഉത്തരവ്. ആരോടാണ് നിങ്ങളിത് കാണിക്കുന്നത്? ഈ പാവങ്ങളോടാണ് നിങ്ങളിത് ചെയ്യുന്നത്. ഇത് തളർന്നു കിടക്കുന്ന പാവങ്ങൾ, അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അക്ഷയയിൽ പോയി മറ്റത് പോയി മസ്റ്ററിങ് നടത്താൻ പറ്റാത്തതുകൊണ്ടാണ്. തളർന്നു കിടക്കുന്ന പാവങ്ങളോടാണ്. വൈകിപ്പോയി, അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതായിട്ട് നേരത്തെ തെളിവ് തന്നില്ല, വൈകിയാണ് ജീവിച്ചിരിക്കുന്നതായിട്ട് തെളിവ് തന്നത് എന്ന് പറയാണ്. നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കില്ലേ? കാരണം നമ്മൾ എല്ലാ ദിവസം കാണുമല്ലേ, ഈ പാവങ്ങളെ കാണുമല്ലേ, നിങ്ങളും കാണുമല്ലേ. അവർ വന്ന് സങ്കടം പറയുന്നത്, മരുന്ന് മേടിക്കാൻ കാശില്ല എന്ന് പറയുന്നത്, ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നത്. ആ പാവങ്ങൾക്ക് വേണ്ടി ഇവിടെയല്ലാതെ എവിടെ പോയി സംസാരിക്കും? നിങ്ങൾക്ക് എന്താണ് നിങ്ങളിപ്പോൾ പെൻഷൻ കമ്പനിയിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയാണ്. ഈ ഭാഗം ഒന്നിരിക്ക്, അവിടെ ഇരിക്ക്. അദ്ദേഹം സൈലന്റായി, നിങ്ങൾ സൈലന്റാവും, അവിടെ സൈലന്റായി. പ്ലീസ് സംസാരിക്കുക. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളെ ഇവിടെ ഈ നിയമസഭയിൽ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബഹളം ഉണ്ടാക്കി, ഇതുപോലെ ഞങ്ങളെ പരിഹസിച്ചു. ഇപ്പോൾ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ 14 ജില്ലാ കമ്മിറ്റികളിൽ നിങ്ങളുടെ 2 പാർട്ടിയുടെയും ആ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് ചോദിക്കുന്നില്ലേ? പത്രവാർത്തകൾ ശരിയാണെങ്കിൽ. ഈ പത്രവാർത്തകൾ ശരിയല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയും നിങ്ങളുടെ കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം. കാരണം അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കണം. പ്രതിപക്ഷം ഈ നിയമസഭയിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യങ്ങളാണ് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളിൽ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ ഒന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളോട് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് വാർത്ത ശരിയാണെങ്കിൽ, ഇപ്പോഴും ഞാൻ പറയുകയാണ്, കണ്ടീഷനിലാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, സംസ്ഥാന കമ്മിറ്റിയിൽ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്നത് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വലിയ സന്തോഷം. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇതാണ് കേരളം നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? നിങ്ങളുടെ മുൻഗണന എന്താണ്? അതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഞങ്ങൾക്ക് ധാർഷ്ട്യമില്ല, അഹങ്കാരമില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞു. KPCC പ്രസിഡന്റിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്ദ്യനായ ഒരു ബിഷപ്പിനെയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത്? ഈ കഴിഞ്ഞ ദിവസം വിവരദോഷി വിളിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ അസംബ്ലിയിലെ സ്പീക്കറെ ആലോചിക്കണം. അങ്ങ് ആലോചിച്ചിട്ട് മതി. ഞാൻ ഇനി പറയാൻ പോണ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല. എന്താണെന്നറിയോ? അത് അൺപാർലമെന്ററിയാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച 3-4 വാക്കുകളുണ്ട്. ഞാനത് കോട്ടിയില്ല. കാരണം ഞാൻ സംസാരിക്കുന്ന ഒരു വാക്ക് പോലും ഈ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലും ഞാൻ കോട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ആ വിവരദോഷി എന്ന് ആ അഭിവന്ദ്യനായ പിതാവിനെ വിളിച്ചപ്പോൾ ആ പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. ആ റിയാസ് പാവം, ആ റിയാസ് വന്ന് പറഞ്ഞു അത് ശരിയാണ്, ആ വിവരദോഷി എന്ന് വിളിച്ചതിൽ തെറ്റില്ല. ആ പാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മന്ത്രി സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയെ. ഈ ബാലഗോപാല് ധനകാര്യമന്ത്രി ഒന്നും കണ്ടില്ല. ഒറ്റ മന്ത്രി, ഒറ്റ MLA വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല. റിയാസെങ്കിലും ഉണ്ടായിരുന്നു, ഭാഗ്യം. അപ്പൊ അതുകൊണ്ട് വാക്കുകൾ നമ്മൾ ബഹുമാനത്തോടുകൂടിയും സൂക്ഷിച്ചുമൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. സാർ ഈ ഒറ്റ കാര്യം കൂടി പറയില്ല, ഈ ഓൺ റെക്കോർഡാണ്. ഞങ്ങളുടെ കാലത്ത് 600 രൂപ ഉണ്ടായിരുന്നുള്ളൂ പെൻഷൻ, ഇല്ലേ? OS അംബികയ്ക്ക് അന്ന് കൊടുത്തൊരു മറുപടി 8/6/2021 കേട്ടോ, പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ 80 വയസ്സിന് മുകളിൽ എന്നാ കാലം എന്ന് അറിയാം, 1/4/2012 900 രൂപ.
ഒന്നാം നാല് 2013 1100 രൂപ, ഒന്നാം നാല് 2014 ഈ 80 വയസ്സിന് മുകളിൽ 1200 രൂപ. ഇതെല്ലാം കൂടിയാണ് ഐസക് വന്നിട്ട് ഏകീകരിച്ച് 1000 രൂപ ആക്കിയത്. അപ്പോൾ ഞങ്ങളുടെ കാലത്ത് 600 രൂപയാണ്. നിങ്ങൾ തന്ന മറുപടിയാണ്. ബഹുമാനപ്പെട്ട അംഗം അംബികയുടെ കയ്യിൽ ആ മറുപടിയുണ്ട്. അല്ല, അന്നൊക്കെ ഇത് കൊടുത്തിരുന്നു. ഇതൊക്കെ ഓരോ വർഷം കൂടും. അച്യുതാനന്ദൻ അല്ല VS അച്യുതാനന്ദൻ, അതാണ് അവർ ഒച്ചുണ്ടാക്കുമ്പോൾ ഞാൻ കൺക്ലൂഡ് VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് 400 രൂപ കൊടുത്തിട്ടുള്ളൂ. 400 രൂപ അതന്ന് അതാ പറ്റുള്ളൂ. അന്നത്തെ നമ്മുടെ ഇക്കോണമി അതാണ്, നമ്മുടെ ഇക്കോണമിയുടെ സൈസ് അതാണ്, അന്നത്തെ രൂപയുടെ മൂല്യം അതാണ്. അത് പിന്നീട് 600, 1000, 900 ഒക്കെ ആക്കി ഞങ്ങളുടെ കാലത്ത് മാറ്റി. നിങ്ങൾ വന്നപ്പോൾ നിങ്ങളത് 1200 പിന്നെ 1600 ആക്കി. ഇപ്പം നിങ്ങൾ ഉറപ്പ് കൊടുത്തല്ലോ, 3 കൊല്ലം മുമ്പ് ഒരു ഉറപ്പ് കൊടുത്തല്ലോ. നിങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിച്ചത് ആ ഉറപ്പ് കൊടുത്തിട്ടാ. ഞങ്ങൾ വന്നാൽ 2500 ആക്കും. എന്നിട്ടാണ് മറ്റേ അമ്മൂമ്മയുടെ പാവം മുത്തശ്ശിയുടെ ഈ പൈസ കിട്ടിയപ്പോൾ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അത് പരസ്യമാക്കി വിശ്വനാഥ് ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ വോട്ട് തേടിയത്. എന്നിട്ട് നിങ്ങൾ 2500 ആക്കിയോ? നിങ്ങൾ 2500 ആക്കിയോ? നിങ്ങളെ കൊണ്ട് പറ്റില്ല. 2500 വോട്ട് ഉള്ളത് കൊടുക്കാൻ പറ്റുന്നില്ല, ഉള്ളത് കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കയ്യിൽ പണമില്ല, നിങ്ങളുടെ കയ്യിൽ പണമില്ല, നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റില്ല. അതല്ലാതെ ആ വിഷയം ഞങ്ങളിവിടെ പറയും, ഇനിയും പറയും. കൊടുത്തില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങളുടെ ജോലിയാണത്, ഞങ്ങളുടെ ജോലിയാണത്, ഞങ്ങളുടെ ജോലിയാണ്. അത് ഇതുപോലെ നിന്ന് പുറയിലിരുന്ന് ബഹളം വെച്ചാലൊന്നും ഞങ്ങളത് പറയാതിരിക്കില്ല. ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും സംസാരിക്കും. അത് ഞങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. സാർ, ഈ സർക്കാരിൻ്റെ നിഷേധാത്മകമായ സമീപനം, ധനകാര്യമന്ത്രി വെറുതെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആളൊന്നുമല്ല. ഒന്നും മറുപടി പറയാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. തരാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് കുറേ ബഹളം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് സാർ, ഈ സർക്കാരിൻ്റെ നിഷേധാത്മകമായ സമീപനം, സാധാരണക്കാരോടുള്ള അവഗണന, ഇവരുടെ മുൻഗണനകളില്ലായ്മ, ഇവരിപ്പോഴും അത് തുടരുകയാണ്. സാർ, അതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. ഇവിടെ അടിയന്തര പ്രമേയത്തിലും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിലും ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു പോയിൻ്റ് ഇവിടെ വെൽ എസ്റ്റാബ്ലിഷ്ഡാണ്. നന്നായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇവിടെ ധനകാര്യമന്ത്രിൻ്റെ മറുപടിയിൽ നിന്നും അതുപോലെ തന്നെ അപ്പുറത്തുള്ള എല്ലാ ബഹുമാനപ്പെട്ട മെമ്പർമാരുടെയും ഇപ്പോൾ കാണുന്ന മുഖഭാവത്തിൽ നിന്നുമൊക്കെ വളരെ വ്യക്തമാണ്. കാര്യങ്ങൾ അത്ര പന്തിയല്ല. ഇനി എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യം. സർ, അവിടെയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രയോറിറ്റി, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പൈസ ഇല്ല, പണമില്ല, അത് എല്ലാ രംഗത്തും എല്ലാവരും ഇന്ന് സംസാര വിഷയമാണ്. ഡെവലപ്മെൻറ്റ് രംഗത്ത് സംസാര വിഷയമാണ്, മറ്റെല്ലാ രംഗത്തും സംസാര വിഷയമാണ്. വെൽഫെയർ സ്കീമുകൾ, വെൽഫെയർ. സാർ, ഈ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവോടെ ഞാൻ പറയാൻ ശ്രമിച്ചു, കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരേണ്ടതിൻ്റെ പകുതി പണം വെട്ടിക്കുറച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാം അംഗീകരിച്ചു. അങ്ങും പറഞ്ഞു. അന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇനിയിപ്പോൾ എങ്ങനെ യോജിച്ച പ്രക്ഷോഭം എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇപ്പോൾ അങ്ങ് സംസാരിക്കുമ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിനകത്തുള്ള സമീപനം കൂടി ഒന്ന് പറയണം. കേന്ദ്ര ഗവൺമെൻറ് ഇത്രയേറെ തരാതിരിക്കുന്നത് ശരിയാണോ? എന്താണ് നമ്മളുടെ സംയുക്തമായിട്ട് എടുക്കേണ്ട സമീപനം? അല്ല, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം, പാർട്ടി അഭിപ്രായം ഒക്കെ പറഞ്ഞ ആൾ തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം സംബന്ധിച്ച് വല്ല ചിറ്റമ്മ നയം ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതിൻ്റെ മുമ്പ് അങ്ങോട്ട് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രയോറിറ്റി. എന്താ നമ്മളെ പ്രയോറിറ്റി? അത് കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ലേ? പണത്തിന് കുറവുണ്ട്, ശരിയാണ്. പണത്തിന് കുറവുണ്ട് എങ്കിൽ പിന്നെ ഉള്ള പണം എന്തിന് ചെലവഴിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങേക്ക് മറുപടി ഉണ്ടോ? അതാണ് അവിടെ പ്രയോറിറ്റി. എന്താണ്? ഞാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്തും ആൻ്റണി ഗവൺമെൻറ് കാലത്തും ഒക്കെ വൈറ്റ് പേപ്പർ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി, തീരെ പണമില്ലാത്ത സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്.
ബോത്ത് എൻഡ് മീറ്റ് ചെയ്യാത്ത ഒരുപാട് ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. സാർ, അന്നൊക്കെ ഒരു കാര്യം ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു, ഒരു എക്കണോമിക് മെഷേഴ്സ് കൊണ്ടുവരാറുണ്ടായിരുന്നു. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ധനകാര്യമന്ത്രിയോട് ഞാൻ ചോദിക്കാം, ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ഗവൺമെൻറ് ഒരു എക്കണോമിക് മെഷേഴ്സ് കൊണ്ടുവരുന്നില്ല? കാരണം ഇതിപ്പോൾ ഞങ്ങളന്ന് പിന്നെ ഒരു ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിമാർ പിന്നെ എക്കണോമിക് ക്ലാസ്സിലെ യാത്രയേ ഉള്ളൂ. വല്ലവന് എപ്പോഴെങ്കിലും ബിസിനസ് ക്ലാസ് പോകണമെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പൈസ കൊടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ അനവധി രംഗത്ത് ചെലവ് ചുരുക്കുമായിരുന്നു. എന്നിട്ട് പ്രയോറിറ്റി റീഫിക്സ് ചെയ്യുമായിരുന്നു. പ്രയോറിറ്റി റീഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണം എത്ര സേവ് ചെയ്യാം എന്നൊന്ന് കണക്കൂട്ടി അങ്ങ് നോക്കിയിട്ടുണ്ടോ? ഒരുപാട് ചെയ്യാം. അതേപോലെ തന്നെ എത്ര കാര്യങ്ങൾക്കാണ്, എത്ര പണമാണ് ആവശ്യമില്ലാതെ പോണ്. സർ, ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് മുടങ്ങാണ്, റോഡ് മുടങ്ങാണ്, അതുപോലെ തന്നെ ഫണ്ടില്ലാത്തതുകൊണ്ട് കുടിവെള്ള പൈപ്പ് നന്നാക്കാൻ വയ്യ, അതിൻ്റെ വിഷയങ്ങൾ വേറെയുണ്ട്, ജനജീവിതത്തെ പല നിലക്കും ബാധിക്കുകയാണ്. ഡയറക്റ്റ് ഈ പാവങ്ങൾക്ക് പെൻഷൻ കിട്ടാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഇന്ന് ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവരാശ്രയിക്കുന്ന ആശുപത്രി ഇന്നിപ്പോൾ ചാനലുകളിൽ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വമ്പിച്ച വിലക്കയറ്റാണ്. കാരണം പലതായിരിക്കാം, പച്ചക്കറിക്ക് വിലക്കയറ്റം, അതുപോലെ തന്നെ മാംസാദികൾക്കുള്ള വിലക്കയറ്റം, എല്ലാം വിലക്കയറ്റം. ശരി, അപ്പോൾ അതൊക്കെ എല്ലാവരെയും സീരിയസ് ആയിട്ട് ആ കൈ പണമില്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും? അപ്പോൾ ഇപ്പോൾ ഈ കെട്ട കാലത്ത്, ദുഷിച്ച കാലത്ത്, പൈസ ഇല്ലാത്ത കാലത്ത് നിങ്ങളൊന്ന് പ്രയോറിറ്റി റീഫിക്സ് ചെയ്യുകയും കുറച്ച് എക്കണോമിക് മെഷേഴ്സ് കൊണ്ടുവരികയും ചെയ്യുന്ന കാര്യത്തിൽ എന്താ തടസ്സം? കേന്ദ്ര ഗവൺമെൻറ് നിങ്ങളോട് ചോദിക്കൂലേ? നമ്മൾ അങ്ങോട്ട് സമരം ചെയ്യാൻ പോകുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോന്ന് ഇങ്ങോട്ട് ചോദിക്കൂലേ? അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഏറ്റവും അധികം ഞാനിവിടെ അടിയന്തര പ്രമേയം വളരെ വ്യക്തമായിരുന്നു, പ്രതിപക്ഷേതാവിൻ്റെ പ്രസംഗം വ്യക്തമായിരുന്നു. വ്യക്തമാകാത്തത് ധനകാര്യമന്ത്രിയുടെ മറുപടിയാണ്, നിർഭാഗ്യകരമായി പറഞ്ഞാൽ. ഇപ്പോൾ അങ്ങ് വായിച്ച കണക്കിൽ നിന്ന് തന്നെ 8 മാസമല്ലാതെ ഒരു കൊല്ലവും അതിലധികവും UDF ഗവൺമെൻറ് കാലത്ത് കുടിശ്ശിക വന്നിട്ടില്ലല്ലോ. അവസാന കാലത്ത് കുറച്ച് കുടിശ്ശിക വന്നത് എടുത്തിട്ടാണ് മുഴുവൻ കുടിശ്ശികയാണെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിച്ചു. അതിലൊരു കുടിശ്ശിക എന്ന് പറഞ്ഞാൽ ഇവിടെ മുനീർ വിശദീകരിച്ചു, പോസ്റ്റൽ ഡിലേ ആയിരുന്നു. അത് തന്നെ 2 മാസം 3 മാസം മാക്സിമം ഡിലേ അങ്ങനെ അന്ന് വന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ പോയി കൊല്ലത്തിലധികം 1.5 കൊല്ലം എല്ലാ പെൻഷനും. സർ, ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം വിലക്കയറ്റും, ഫ്രീ ചികിത്സക്ക് ഗവൺമെൻറ് ആശുപത്രികളെ ആശ്രയിക്കുന്നിടത്ത് ഒരു സംവിധാനം ഇല്ലാത്തയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ അംഗപരിമിതർ അവരെന്ത് ചെയ്യും? ഹീമോഫീലിയ രോഗികൾ, സർ, ഞാനും സാമൂഹ്യക്ഷേമ വകുപ്പ് പല പ്രാവശ്യം കൈകാര്യം ചെയ്ത അവർക്ക് അത് സംബന്ധിച്ചുള്ള മരുന്ന് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? സർ, അതുകൊണ്ട് ഗവൺമെൻറ് എവിടെ പാർട്ടി ചർച്ച ചെയ്താലും തിരക്കില്ല, എവിടെ ചർച്ച ചെയ്താലും തിരക്കില്ല, നീട്ടിവെക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഞങ്ങളിന്ന് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത്. ഈ തരത്തിലുള്ള ഡിലേ ഈ ചർച്ചയുടെ ഫലമായിട്ടെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടണം. നിങ്ങൾ എവിടെ ചർച്ച ചെയ്താലും തിരക്കില്ല. ഇവർക്ക് പണത്തിന് വേണ്ടി കാത്തിരിക്കാൻ കഴിയില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വ്യക്തമായ ഒരു മറുപടി ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്തു. യെസ് സർ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സമയത്ത് ലഭിക്കാത്തത് മൂലം കേരളത്തിലെ പാവപ്പെട്ട ഒരുപിടി കുടുംബങ്ങൾ ഇന്ന് വളരെ വലിയ പ്രയാസത്തിൽ കഴിയുകയാണ്. മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർ, അവരുടെ വീടിൻ്റെ അത്യാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ഒക്കെ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. സർ, ഇക്കാര്യത്തിൽ ഈ അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനും ഈ വികാരം, പാവപ്പെട്ട മനുഷ്യൻ്റെ വികാരം പൂർണ്ണമായി ഉൾക്കൊള്ളാനും സർക്കാർ തയ്യാറാകേണ്ടതാണ്. അതിന് പകരം ന്യായങ്ങൾ പറഞ്ഞ് ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി ധനകാര്യമന്ത്രി നടത്തിയ ശ്രമം ഈ പാവപ്പെട്ട മനുഷ്യരോട് ചെയ്യുന്ന വെല്ലുവിളിയാണ്. ഇത്രയും വലിയ പാവങ്ങൾ വിഷമിക്കുന്ന ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു തീർക്കാൻ തയ്യാറാകാത്ത ഗവൺമെൻറ്റിൻ്റെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വാക്കൂട്ടിൽ പങ്കെടുക്കും. സർ, ഈ പെൻഷൻ ലഭിക്കാത്തത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു പ്രതിസന്ധി സാധാരണക്കാരുടെ ഇടയിൽ, നിരാലംബരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന സർക്കാരിൻ്റെ മുൻഗണന ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. മറ്റ് പല വിഷയങ്ങളിലേക്കും പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായ സാമൂഹ്യ പെൻഷനുകൾ നൽകാൻ
ഇതുപോലെയുള്ള അശരണരെ അവരെ കൈപിടിച്ച് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത്. അതിലേക്ക് സർക്കാർ വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. സാർ, അതുപോലെ തന്നെ ഈ പെൻഷനുകൾ ഏകീകരിച്ചു പോകുമ്പോൾ ക്ഷേമനിധി പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ അതൊരു ഇരട്ടത്താപ്പ് തന്നെയാണ് അക്കാര്യത്തിൽ. സ്വന്തമായി അംശാദായം അടയ്ക്കുന്നവരുടെ പെൻഷൻ അതും അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യം ഇന്നുണ്ടാവുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് ഒരു മുൻഗണന വെക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എല്ലാ പെൻഷനും കൊടുക്കാമെന്നുള്ളതായിരിക്കും. ഇനി എന്തായാലും അത്തരത്തിലുള്ള പരിപാടികളൊന്നും നടക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ കഴിഞ്ഞ സന്ദർഭത്തിൽ നിങ്ങളുടെ കിറ്റും അവസാന കാലത്ത് കൊടുത്ത പെൻഷനും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇനി അത് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഈ പെൻഷൻ കുടിശ്ശിക അടിയന്തരമായി കൊടുത്തു തീർക്കാനുള്ള നടപടി ഉണ്ടാവണം. ചർച്ച ചെയ്യാതെ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുന്നു. പട്ടിണി പാവങ്ങളായ മനുഷ്യർ മരുന്ന് വാങ്ങാൻ കഴിയാതെ, ഒരു ഹോസ്പിറ്റൽ പോകാൻ കഴിയാതെ നരകയാതന അനുഭവിക്കുമ്പോൾ അത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സർക്കാരിന് എങ്ങനെയാണ് സർ സാധിക്കുന്നത്? സർ, ഒരുപാട് ബുദ്ധിമുട്ടാണ് സാധാരണ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പെൻഷൻ കിട്ടാൻ കഴിയാത്തതിന് ഭാഗമായിട്ട്. അതിൽ ഭിന്നശേഷിക്കാരുടെ വിഭാഗം അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഭിന്നശേഷിയുടെ ആക്റ്റിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് 25% കൂടുതലായിട്ട് കൊടുക്കണമെന്നും അതിൽ മുടക്കം വരുത്തരുതുമെന്ന് പറയുന്നത് പോലുമുണ്ട്. അതുപോലും കൊടുക്കാൻ സാധിക്കുന്നില്ല സർ. അതുപോലെ തന്നെ ആശ്വാസകിരൺ എന്ന് പറയുന്ന അവശരായ മനുഷ്യരെ നോക്കുന്ന വിഭാഗത്തിന് കിട്ടുന്ന ആ ഒരു തുക ചെറിയ തുകയാണ് കിട്ടുന്നത്. പക്ഷേ അതുപോലും കുടിശ്ശികയായിട്ട് മാസങ്ങളായിട്ടുണ്ട് സർ. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഈ വിഷയം എന്ന് പറയുന്ന ഈ കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഈ വിഷയം ചർച്ച ചെയ്യാതെ പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തുന്നു.